നമ്മുടെ അടുത്ത ടോപ്പിക് എന്നത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ പ്രധാനമായിട്ടും എന്തൊക്കെ ശ്രദ്ധിക്കണം. ഓക്കെ. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ക്യാഷ് ഉണ്ടെന്ന് കരുതി നമ്മൾ ചാടി കയറി അങ്ങ് ഇൻവെസ്റ്റ് ചെയ്യരുത്. കാര്യം ഇൻവെസ്റ്റ്മെൻറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. കൃത്യമായിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് മനസ്സിലാക്കണം. ഓക്കെ. സോ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ്. ഇതൊന്ന് കുറിച്ച് വെച്ചോ. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. നമ്മൾ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെന്ന് കരുതി എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് വെച്ച് കളയരുത്. കൃത്യമായിട്ട് ഓരോ ഇൻവെസ്റ്റ്മെൻറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് മനസ്സിലാക്കി അതനുസരിച്ച് വേണം നമ്മൾ ഡിസിഷൻ എടുക്കാൻ. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന ഡിഫറൻറ്റ് ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നാണ്. ഓക്കെ. കയ്യിൽ കാശുണ്ട് എന്നത് മാത്രമല്ല, ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഒരുപാട് ക്യാഷ് ഉണ്ട് എന്ന് കരുതി ചാടി കയറി ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് എവിടെയെങ്കിലും കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യരുത്. ഹ്യൂജ് ലോസ് ഉണ്ടാവും. അപ്പോൾ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് അത്ര ചെറിയൊരു കാര്യമല്ല. ഞാൻ നമ്മുടെ ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ പറഞ്ഞു, സേവിങ്സ് പോലല്ല ഇൻവെസ്റ്റ്മെൻറ്റ്. സേവിങ്സ് എന്ന് പറയുന്നതിനകത്ത് വലിയ തീരുമാനങ്ങളൊന്നും എടുക്കണ്ടോ. ബാങ്കിലോട്ട് ചെല്ലുന്നു, ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടുന്നു, സേവിങ്സ് ആയി. ബാങ്കിലോട്ട് ചെന്നിട്ട് FD ഇടാനായിട്ട് വലിയ പ്രശ്നമൊന്നുമില്ല. എന്നാൽ ഇൻവെസ്റ്റ്മെൻറ്റ് അങ്ങനല്ല. ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുമ്പോൾ ഒരുപാട് ടൈപ്പ് ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. അതിൽ തന്നെ ഒരുപാട് രീതിയിൽ നമുക്ക് പൈസ മുടക്കാൻ പറ്റും. ഒരുപാട് തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂസ് ഉണ്ട്. നമ്മൾ ഒരുപാട് ആലോചിച്ച് മാത്രമേ പണം കൊണ്ടുപോയി എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാവൂ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കോ നിങ്ങളുടെ പേരൻസിൻ്റെയോ പൈസ ഉണ്ടെന്ന് കരുതി അങ്ങ് ഇൻവെസ്റ്റ് ചെയ്യാമെന്നല്ല. എല്ലാ ഫാക്ടേഴ്സും മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ കൃത്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാവൂ. കാര്യം വൺസ് നമുക്ക് പൈസ അങ്ങ് ഇട്ട് പോയി കഴിഞ്ഞാൽ ഇത് ചിലപ്പോൾ പെട്ടെന്ന് തിരിച്ചു കിട്ടത്തില്ല. എന്നാൽ പെട്ടെന്ന് വേണമെന്നാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നമുക്ക് ഹ്യൂജ് ലോസും ഉണ്ടാകും. ഇങ്ങനെ പല കാരണം കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് നമ്മൾ കൃത്യമായിട്ട് ഇതിൻ്റെ ഫാക്ടേഴ്സ് മനസ്സിലാക്കണം. ചുരുക്കി പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻറ്റ് എൻവയോൺമെൻറ്റ് മനസ്സിലാക്കിയിരിക്കണം. നമുക്കിത് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള സമയമാണോ? ഓരോ സിറ്റുവേഷനിലും ഏതൊക്കെ ടൈപ്പ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് നല്ലത്? ഞാൻ ഈ എടുക്കുന്ന ഡിസിഷൻ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ എൻ്റെ ലൈഫ് ഗോൾ അനുസരിച്ചാണോ? എൻ്റെ ഗോൾ എന്താണ്, അതനുസരിച്ചാണോ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നത്? ഇതെല്ലാം കൂടെ ചേർത്താണ് ഇൻവെസ്റ്റ്മെൻറ്റ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നാണ്. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ നമ്മൾ എന്തൊക്കെ ഫാക്ടേഴ്സ് ശ്രദ്ധിക്കണമെന്ന് ചോദിച്ചാൽ പ്രധാനമായിട്ടും രണ്ട് കാറ്റഗറി ഉണ്ട്. ഇൻറ്റേർണൽ ഫാക്ടേഴ്സും ഉണ്ട്, എക്സ്റ്റേണൽ ഫാക്ടേഴ്സും ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് തീരുമാനമെടുക്കുന്നതിനും നമ്മൾ പ്രധാനമായിട്ടും നമ്മുടെ ഇൻറ്റേർണൽ ഫാക്ടേഴ്സും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, എക്സ്റ്റേണൽ ഫാക്ടേഴ്സും ഉണ്ട്. ഇനി എന്താണോ ഇൻറ്റേർണൽ ഫാക്ടേഴ്സ്? അതാണ് നമ്മുടെ സ്വന്തം പേഴ്സണൽ ഫാക്ടർ. ഞാനാണല്ലോ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്നെ സംബന്ധിക്കുന്ന ഫാക്ടേഴ്സ്. ആരാണോ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത് അയാളെ സംബന്ധിക്കുന്ന ഫാക്ടേഴ്സാണ് ഇൻറ്റേർണൽ ഫാക്ടേഴ്സ്. അതിലൊന്നാമത്തത് നമ്മുടെ ഇൻകം ലെവൽ. എനിക്കെന്ത് പൈസയുണ്ട്? ഹൗ മച്ച് യു ഏൺ ഡിറ്റർമിൻസ് ഹൗ മച്ച് യു ഇൻവെസ്റ്റ് എന്നാണ്. എൻ്റെ കയ്യിൽ എത്ര പൈസയുണ്ടോ അതനുസരിച്ച് മാത്രമേ എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റൂ. ഇപ്പോൾ എനിക്ക് പൈസ വളരെ കുറവാണെങ്കിൽ എനിക്കൊരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ പറ്റില്ല. എൻ്റെ മാസശമ്പളം എന്ന് പറയുന്നത് മാസം ഇത്ര രൂപയാണെങ്കിൽ അതനുസരിച്ച് മാത്രമേ എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ എൻ്റെ ഇൻകം ലെവൽ എന്ന് പറയുന്നത് എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന വൺ ഓഫ് ദ മെയിൻ ഫാക്ടറാണ്. തീർച്ചയായിട്ടും ആണോ? എല്ലാവർക്കും ഒരുപോലെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ വരുമാനം എന്താണെന്ന് ആദ്യം നോക്കുക, അതനുസരിച്ച് ഇൻവെസ്റ്റ് ചെയ്യുക. രണ്ട്, എൻ്റെ റിസ്ക് ടോളറൻസ്. എത്രത്തോളം ഞാൻ റിസ്ക് എടുക്കാൻ കംഫർട്ടബിൾ ആണ്. ഞാൻ ഹൈ റിസ്ക് എടുക്കാൻ കംഫർട്ടബിൾ ആണെങ്കിൽ അതനുസരിച്ചുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഓക്കെയാണ്. ഞാൻ റിസ്ക് എടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അതനുസരിച്ച്. ഇപ്പോൾ റിസ്കിൻ്റെ ബേസിൽ ഞാനിപ്പോൾ കൺസർവേറ്റീവ് ആണോ, മോഡറേറ്റ് ആണോ, അഗ്രസീവ് ആണോ? അപ്പോൾ ഞാനെന്ന വ്യക്തിക്ക് എത്രത്തോളം റിസ്ക് ബെയർ ചെയ്യാനുള്ള കഴിവുണ്ട്, ഇതാണ് രണ്ടാമത്. അപ്പോൾ പേഴ്സണലി എനിക്ക് എത്ര ഇൻകം ഉണ്ട്, പേഴ്സണലി ഞാൻ എത്രമാത്രം റിസ്ക് എടുക്കാൻ തയ്യാറാണ്, ഇതാണ് പ്രധാനമായിട്ടും രണ്ടാമതായിട്ട് വരുന്നത്. ഓക്കെ. മൂന്നാമത് എൻ്റെ ഗോൾ എന്താണ്? അതായത് ഞാൻ എന്തിനു വേണ്ടിയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്? ഈ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ട് എൻ്റെ ഉദ്ദേശം എന്താണ്? കാറ് വാങ്ങാനാണോ, വീട് വെക്കാനാണോ, മക്കളെ പഠിപ്പിക്കാനാണോ, ഫോറിൻ ട്രിപ്പ് പോകാനാണോ? എന്താണ് എൻ്റെ ഉദ്ദേശം? അതനുസരിച്ച് ഡ്യൂറേഷനൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ കൃത്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ. മറ്റൊന്ന് എൻ്റെ പ്രായം. ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങുന്നത് എൻ്റെ ഏത് പ്രായത്തിലാണ്? എങ്ങാണെങ്കിൽ എനിക്ക് കൂടുതൽ റിസ്ക് എടുക്കാൻ, കാര്യം എനിക്കിത് റിക്കവർ ചെയ്യാൻ കൂടുതൽ സമയം കിട്ടും. ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു 25 വയസ്സേ ഉള്ളൂവെങ്കിൽ ചെറിയ ചെറിയ റിസ്ക് ഒക്കെ എടുക്കാം. കാര്യം വല്ല നഷ്ടവും വന്നാലും നമുക്ക് ജീവിതം ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് റിക്കവർ ചെയ്ത് എടുക്കാവുന്നതൊക്കെ ഉള്ളൂ. നമുക്ക് ടൈം കിട്ടും റിക്കവർ ചെയ്യാനായിട്ട്. ഓക്കെ. അപ്പോൾ കൂടുതലും ചെറുപ്പക്കാരാണ് എപ്പോഴും റിസ്ക് എടുക്കുന്നത്. പ്രായമായി കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 65 വയസ്സുള്ള ഒരാളെ സംബന്ധിച്ച് പുള്ളി പിന്നീട് റിസ്ക് എടുക്കാൻ തയ്യാറാവത്തില്ല. പുള്ളി ഒരല്പം ലോ റിസ്കി ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ആയിരിക്കും പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ പേഴ്സണൽ ഫാക്ടർ അഥവാ
ഇൻറ്റേർണൽ ഫാക്ടർ എന്ന് പറഞ്ഞാൽ എൻ്റെ സ്വന്തം ഫാക്ടറാണ്. ഞാൻ എവിടെയെങ്കിലും എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ ഞാനെന്ന വ്യക്തി എന്തൊക്കെ ശ്രദ്ധിക്കണമെന്ന് ചോദിച്ചാൽ, എൻ്റെ ഇൻകം ലെവൽ, എനിക്ക് എന്തുമാത്രം വരുമാനമുണ്ട്, ഞാൻ എത്രത്തോളം റിസ്ക് എടുക്കാൻ തയ്യാറാണ്, എൻ്റെ ഗോൾ എന്താണ്, ഈ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ട് ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നത്, എൻ്റെ പ്രായം, ഞാൻ ചെറുപ്പമാണെങ്കിൽ കൂടുതൽ റിസ്ക് എടുത്തോ, അല്ലാത്ത പക്ഷം നമ്മൾ പ്രായമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ലോ റിസ്കിലോട്ട് പോകുന്നതായിരിക്കും നല്ലത്. ഇതൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട ഇൻറ്റേർണൽ. അത് അവരോരെ ബാധിക്കുന്ന കാര്യമാണ്. ഞാൻ ഇതുവരെ പറഞ്ഞതെല്ലാം ആ ഇൻവെസ്റ്ററെ മാത്രം ബാധിക്കുന്ന കാര്യമാണ്. അപ്പോൾ അതൊക്കെ നോക്കിക്കോണം. ഇനി നമ്മൾ എക്സ്റ്റേണൽ ഫാക്ടർ അല്ലെങ്കിൽ എക്കണോമിക് ആൻഡ് മാർക്കറ്റ് ഫാക്ടർ. അപ്പം നമ്മൾ നമ്മുടെ എല്ലാ കാര്യവും നോക്കി. ഇനി മറ്റൊന്നെന്ന് പറയുന്നത്, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എക്കോണമിയിലോട്ടാണ്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഷെയർ ആണെങ്കിൽ എന്തോ ആയിക്കോട്ടെ, അതിന് എക്കണോമിക് ഫാക്ടർ നല്ല പോലെ ഇൻഫ്ലുവൻസ് ചെയ്യും. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മൾ ഇൻഫ്ലേഷൻ എന്ന് പറയും, പണപ്പെരുപ്പം. ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ ഓരോ വർഷം കഴിയും തോറും സാധനങ്ങളുടെ വില കൂടുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? മൊത്തത്തിൽ എപ്പോഴും വിലക്കയറ്റമാണോ? അപ്പോൾ ഈ വിലക്കയറ്റം എന്ന് പറയുന്നത് നമ്മളെ രാജ്യത്തിൻ്റെ ഇൻഫ്ലേഷൻ റേറ്റ് അനുസരിച്ചിരിക്കും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പോൾ നമ്മുടെ ഇൻഫ്ലേഷൻ 7 വിചാരിക്കുക. ഓക്കെ, ഇപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ ഇൻഫ്ലേഷൻ 7 പറഞ്ഞാൽ ഇന്ന് 100 രൂപയ്ക്ക് കിട്ടുന്ന ഒരു സാധനം, ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരുവാണ്. നമ്മുടെ ഇൻഫ്ലേഷൻ 7% പറഞ്ഞാൽ ഇന്ന് 100 രൂപയ്ക്ക് കിട്ടുന്ന ഒരു സാധനം എന്തോ ആയിക്കോട്ടെ, അത് ഒരു വർഷം കഴിയുമ്പോൾ 107 രൂപയ്ക്കേ കിട്ടൂ. ഒരു കൊല്ലം കഴിയുമ്പോൾ 7% വർധനവുണ്ടാവും. നമ്മുടെ ഇൻഫ്ലേഷൻ 7%, അതായത് പണപ്പെരുപ്പം എന്ന് പറഞ്ഞാൽ ഇന്ന് 100 രൂപയ്ക്ക് വാങ്ങിയ എന്ത് വസ്തുവാണെങ്കിലും അടുത്ത വർഷം ഇതേ സമയത്ത് അതിന് 107 രൂപ കൊടുക്കേണ്ടി വരും. സോ ഇത് നമ്മുടെ പർച്ചേസിങ് പവർ കുറയ്ക്കും. കാര്യം നമ്മൾ ആ സമയത്ത് 107 രൂപ ഉണ്ടാക്കേണ്ടി വരും. അതായത് 100 രൂപ കൈ വെച്ചാൽ അന്നത്തെ ആ ഒരു പ്രോഡക്റ്റ് കിട്ടത്തില്ല. കാര്യം എൻ്റെ വില 107 ആയല്ലോ. പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ വിലക്കയറ്റം അല്ലെങ്കിൽ പണപ്പെരുപ്പം എന്നൊക്കെ പറയാം. അപ്പോൾ അങ്ങനെ 7% ഇൻഫ്ലേഷനുള്ള ഒരു രാജ്യത്ത് 7% ഇൻഫ്ലേഷനുള്ള ഒരു രാജ്യത്ത് 4% പലിശ കിട്ടുന്ന ഒരു FD എന്ന് പറഞ്ഞാൽ മണ്ടത്തരമാണ്. കാര്യം ഇന്ന് 100 രൂപയ്ക്ക് കിട്ടുന്നൊരു സാധനം ഒരു വർഷം കഴിഞ്ഞ് നമുക്ക് 107 കൊടുത്താലേ കിട്ടൂ. ഇതാണല്ലോ ഇൻഫ്ലേഷൻ. ഞാൻ ഇന്ന് 100 രൂപ FD ഇട്ടാൽ ഒരു കൊല്ലം കഴിഞ്ഞ് എനിക്ക് 104 രൂപയെ കിട്ടത്തോളെങ്കിൽ എനിക്ക് ആ സാധനം വാങ്ങാൻ പോലും പറ്റത്തില്ല. അപ്പോൾ ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്ത് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ നോക്കേണ്ടി വരും. അപ്പോൾ എത്രയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഇൻഫ്ലേഷൻ നോക്കുക. അത് ഗൂഗിൾ ചെയ്താൽ തന്നെ കിട്ടും. ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ റേറ്റൊക്കെ ഗൂഗിൾ ചെയ്താൽ കിട്ടും. അപ്പോൾ ഇത്രയാണ്. ഓക്കെ, ഇതിനേക്കാൾ കൂടുതൽ നമുക്ക് റിട്ടേൺ കിട്ടിയിട്ടേ കാര്യമുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്ക്. വീണ്ടും പറയുന്നു, ഇൻഫ്ലേഷൻ എന്ന് കേട്ട് പേടിക്കൊന്നും വേണ്ട. ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ ഇത്ര മാത്രമേ ഉള്ളൂ. 100 രൂപയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന പ്രോഡക്റ്റ് 7% ഇൻഫ്ലേഷൻ ഉള്ള ഒരു രാജ്യത്ത് ഒരു വർഷം കഴിഞ്ഞ് 107 രൂപയ്ക്കേ കിട്ടൂ. 7 രൂപ കൂടിയിരിക്കും. അങ്ങനെ വരുമ്പോൾ അവർ 4% പലിശ കൊടുക്കുന്നതെങ്കിൽ ഇന്ന് ഞാൻ 100 രൂപ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടാൽ എനിക്ക് 104 രൂപയല്ലേ ഒരു കൊല്ലം കഴിഞ്ഞ് കിട്ടൂ. എനിക്കെന്ത് നഷ്ടമാണ് വന്നിരിക്കുന്ന? എനിക്ക് നഷ്ടമാണ്. ഇന്നത്തെ 100 107 കൂടി വിലക്കയറ്റം. ഞാൻ ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തപ്പോൾ എനിക്ക് 104 രൂപയെ കിട്ടിയോളൂ എന്ന് പറഞ്ഞാൽ അത് മണ്ടത്തരമാണ്. അപ്പോൾ എനിക്ക് ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്ത് മുന്നോട്ട് പോകണമെങ്കിൽ എനിക്ക് 7% മുകളിൽ റിട്ടേൺ കിട്ടുന്ന പോലെ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. ഇതെല്ലാം നമ്മൾ കൃത്യമായിട്ട് നോക്കണം. സോ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് വൺ ഓഫ് ദ എക്സ്റ്റേണൽ ഫാക്ടറാണ്. ഓക്കെ, ദെൻ രണ്ടാമത് ഇൻട്രസ്റ്റ് റേറ്റ് നോക്കണം. അതായത് ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഇപ്പോൾ നമ്മുടെ RBI ഉണ്ടല്ലോ, RBI ഫിക്സഡ് ഡെപ്പോസിറ്റ് റേറ്റ് കൂട്ടിയെന്ന് വിചാരിക്കുക. നല്ല പോലെ കൂട്ടി. FD ഇട്ട് കഴിഞ്ഞാൽ നല്ല ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടുമെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അധികം അങ്ങനെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലോട്ടോ അല്ലെങ്കിൽ മറ്റ് ഫണ്ടിലോട്ടോ പോകാറില്ല. എങ്കിൽ നമുക്ക് FD ഇടുന്നതല്ലേ നല്ലത്. ഇപ്പോൾ FD ഫിക്സഡ് ഡെപ്പോസിറ്റിൽ നിന്ന് തന്നെ നമുക്കൊരു 9% പലിശ കിട്ടുന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. നല്ല പോലെ FD ഇൻട്രസ്റ്റ് കിട്ടുമെങ്കിൽ FDയുടെ ഇൻട്രസ്റ്റ് റേറ്റ് നല്ലപോലെ കൂട്ടുവാണെന്നുണ്ടെങ്കിൽ കുറേ പേര് ഇങ്ങോട്ട് മാറും. അപ്പോൾ അതനുസരിച്ച് സ്റ്റോക്ക് മാർക്കറ്റിലെ ഇൻവെസ്റ്റ്മെൻറ്റ് നല്ലപോലെ കുറയും. അതായത് വായിച്ചു നോക്കിയേ, ഇഫ് RBI ഇൻക്രീസസ് ദെയർ ഇൻട്രസ്റ്റ് റേറ്റ്സ് സ്റ്റോക്ക് മാർക്കറ്റ് ഓഫൻ ഫാൾസ് എന്നാണ്. കാര്യം ആ സമയത്ത് ഡെപ്പോസിറ്റ് ഭയങ്കര അട്രാക്റ്റീവായിട്ട് തോന്നും. മനസ്സിലാവുന്നുണ്ട്? അപ്പോൾ നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റ് നോക്കിക്കോണം. ബാങ്ക് ഇൻട്രസ്റ്റ് റേറ്റ് നല്ല കുറവാകുമ്പോഴാണ് ആൾക്കാർ ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. കാര്യം ഇവിടെ ഇൻഫ്ലേഷൻ നല്ലപോലെ അടിച്ച് നിൽക്കുവാണ്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഒരു തുടക്കക്കാരനല്ല ഇത്ര ഓർത്താൽ മതി. നമ്മുടെ ഇൻഫ്ലേഷൻ 7% എന്ന് പറഞ്ഞാൽ ഇന്ന് 100 രൂപയ്ക്ക് കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് ഒരു കൊല്ലം കഴിഞ്ഞ് 107 രൂപയ്ക്ക് കിട്ടൂ. 7% ഇവിടുത്തെ വിലക്കയറ്റം. അപ്പോൾ ഇന്ന് 100 രൂപ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്താൽ ഒരു കൊല്ലം കഴിഞ്ഞ് 107 രൂപയ്ക്ക് മുകളിൽ കിട്ടിയാൽ മാത്രമേ നമുക്ക് ബെനിഫിഷ്യൽ ആവൂ. ഓക്കെ, അപ്പോൾ ഇൻഫ്ലേഷൻ നോക്കണം. ദെൻ ബാങ്കിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് നോക്കിക്കോണം.
ബാങ്ക് നല്ല ഹൈ ഇൻട്രസ്റ്റ് റേറ്റ് തരുന്നുണ്ടെങ്കിൽ അതാണെങ്കിൽ സേഫുമാണ്. ബാങ്ക് FD എന്ന് പറഞ്ഞാൽ സേഫുമാണ്. നല്ല ഇൻട്രസ്റ്റ് റേറ്റും കിട്ടുന്നുണ്ട്, നല്ല സേഫ്റ്റി ആണെന്നുണ്ടെങ്കിൽ പിന്നെ അങ്ങോട്ടങ്ങ് പോയാൽ മതിയല്ലോ. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് നന്നായിട്ട് നോക്കിക്കോണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നതിന് മുൻപായിട്ട്. ഓക്കെ, ദെൻ നമ്മുടെ എക്കണോമിക് ഗ്രോത്ത് നല്ല രീതിയിൽ ഗ്രോ ചെയ്യുന്നൊരു എക്കോണമി ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി സ്റ്റോക്ക് മാർക്കറ്റും സേഫ് ആയിരിക്കും. ഇപ്പോൾ ഈ ബൂം പീരീഡ്, ബൂം എന്ന് പറഞ്ഞാൽ നല്ല പ്രോസ്പെരിറ്റി, നല്ല കാലത്താണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച് നല്ലതുപോലെ നിൽക്കും. റിസഷൻ, സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ റിസഷനിലോട്ടൊക്കെ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഗോൾഡിലോട്ടോ ഡെറ്റ് ഫണ്ടിലോട്ടോ മാറുന്നതായിരിക്കും നല്ലത്. സംഭവം ഇത്രയേ ഉള്ളൂ, ഒരു ഹൈ ഗ്രോത്ത് എക്കോണമിയെ സംബന്ധിച്ച് നമുക്ക് കമ്പനിയുടെയൊക്കെ ഷെയർ വാങ്ങുന്ന കുഴപ്പമൊന്നുമില്ല. എന്നാൽ റിസഷൻ എന്തെങ്കിലും തരത്തിൽ തട്ടുകേടുണ്ടാവുകയാണെങ്കിൽ, ആ എക്കോണമി ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഗോൾഡിലോട്ടൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ, ദെൻ ഗവൺമെൻറ് പോളിസി. അവിടെ എല്ലാത്തിനെയും തീരുമാനിക്കുന്ന ഗവൺമെൻറ്റാണ്. അപ്പോൾ ഗവൺമെൻറ് എടുക്കുന്ന ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സെക്ടറിൽ, അതായത് ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രിയൽ സെക്ടറിൽ ഗവൺമെൻറ് എന്തെങ്കിലും അട്രാക്റ്റീവായിട്ട് എന്തെങ്കിലും പ്രഖ്യാപിച്ചാൽ, ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഇപ്പോൾ ഇലക്ട്രിക് വാഹനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഗവൺമെൻറ് പ്രഖ്യാപിച്ചാൽ, ഇലക്ട്രിക് വാഹനങ്ങൾ ഇൻവെസ്റ്റ് ചെയ്താൽ, ഇലക്ട്രിക് വാഹനങ്ങളുടെ കമ്പനികളിൽ, ഇലക്ട്രിക് വാഹനങ്ങൾ നിർമ്മിക്കുന്ന കമ്പനികളിൽ നമ്മൾ എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്താൽ അതിന് ടാക്സ് ബെനിഫിറ്റ് കിട്ടുമെന്നല്ലോ പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് അങ്ങോട്ട് കുറച്ച് മാറ്റും. ചില പർട്ടിക്കുലർ ഇൻവെസ്റ്റ്മെൻറ്റിന് ടാക്സ് ബെനിഫിറ്റ് കിട്ടും. ഇത് ഞാൻ ആദ്യത്തെ ക്ലാസ്സിലും പറഞ്ഞതല്ലേ, ചില ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് നമുക്ക് ടാക്സ് ബെനിഫിറ്റ് കിട്ടും, അത് സർക്കാരാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ നമുക്ക് ടാക്സ് ബെനിഫിറ്റ് കിട്ടാനായിട്ടാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ കൃത്യമായിട്ടും ഗവൺമെൻറ് പോളിസി കൂടി പരിശോധിക്കണം. ഇതൊന്നും നമ്മുടെ കയ്യിലല്ല, ഇതെല്ലാം എക്സ്റ്റേണൽ ഫാക്ടറാണ്. ദെൻ പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി. ഇന്ത്യ പോലൊരു രാജ്യത്ത് ഇത് ഭയങ്കര പ്രധാനപ്പെട്ടതാണ്. നമുക്കിവിടെ വരുന്ന ഓരോ ഇലക്ഷൻ റിസൾട്ടും വളരെ പ്രധാനപ്പെട്ടതാണോ, ഇവിടെ ഏത് പാർട്ടി ഭരിക്കുന്നു, അല്ലെങ്കിൽ തുടർഭരണം ഉണ്ടാകുമോ തുടങ്ങിയ പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി വെച്ചിട്ടും നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നോക്കും. കാര്യം നമ്മളെ സംബന്ധിച്ച് ഒരു പർട്ടിക്കുലർ രാഷ്ട്രീയ പാർട്ടി മാറുകയാണെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല റിസൾട്ട് വരുന്നതെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ക്രാഷ് ചെയ്യും. കാര്യം ആൾക്കാർ പെട്ടെന്ന് പിൻവലിച്ച് കളയും പൈസ. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ സ്റ്റേബിൾ ഗവൺമെൻറ് ആണെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന പോലെയൊക്കെ തന്നെ ഇലക്ഷൻ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് കയറിക്കൊണ്ടിരിക്കും. സിംപ്ലി പറഞ്ഞാൽ ഇന്ത്യ പോലെ ജനാധിപത്യ രാജ്യത്ത് പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി ഭയങ്കര പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഈ പറയുന്ന 5 കാര്യം എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ഫാക്ടറാണ്. എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, പക്ഷെ ഞാൻ ഇതും കൂടെ പരിശോധിക്കേണ്ടി വരും. ഫസ്റ്റ് വൺ, ഇൻഫ്ലേഷൻ റേറ്റ് നോക്കണം, പിന്നെ ഇൻട്രസ്റ്റ് റേറ്റ് നോക്കണം, പിന്നെ എക്കണോമിക് ഗ്രോത്ത്, നമ്മുടെ GDPയുടെ ഗ്രോത്ത് നോക്കണം, ഗവൺമെൻറ് പോളിസി എങ്ങനെയാണെന്ന് നോക്കണം, പിന്നീട് പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി നോക്കണം. ഇതൊക്കെ നോക്കാനായിട്ടാണ് സത്യത്തിൽ നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജർ വേണമെന്ന് പറയുന്നത്. അതല്ലേ ഞാൻ എൻ്റെ ഫസ്റ്റ് ക്ലാസ്സിലും പറഞ്ഞത്, ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് അത്ര നിസ്സാരമായൊരു കാര്യമല്ല. പലപ്പോഴും നമുക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജർ കാണും. കോടിക്കണക്കിന് രൂപയൊക്കെയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നമുക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജർ കാണും. ആ ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജറാണ് ഈ പറയുന്ന എല്ലാ ഫാക്ടേഴ്സും പഠിച്ച് ഇൻറ്റേർണലും പഠിക്കും. ഇത് ഒരു ചോദിച്ച് മനസ്സിലാക്കും. നമ്മുടെ ഇൻറ്റേർണൽ ഫാക്ടറും എക്സ്റ്റേണൽ ഫാക്ടറും എല്ലാം ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷമാണ് എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്യണം, എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം, എപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യണം, എപ്പോൾ വിൽക്കണം, ഇതെല്ലാം നമുക്ക് പറഞ്ഞു തരും. സോ ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന സംഭവം, എത്ര ഇൻവെസ്റ്റ് ചെയ്യണം, എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം, എപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യണം, എപ്പോൾ വിൽക്കണം, ഇതാണ് ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ്മെൻറ്റ്. ഈ ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ്മെൻറ്റിലെ ഓരോ ചോദ്യത്തിൻ്റെ ഉത്തരം കിട്ടുന്നത് ഈ പറഞ്ഞ ഓരോ ഫാക്ടേഴ്സ് പഠിച്ചിട്ടാണ്. കണക്ഷൻ മനസ്സിലായോ? അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ 3-4 ചോദ്യങ്ങളാണോ. എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം, വെയർ, എത്ര ഇൻവെസ്റ്റ് ചെയ്യണം, ഹൗ മച്ച്, എപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യണം, വെൻ, എപ്പോൾ വിൽക്കണം, വെൻ ടു സെൽ. ഈ ചോദ്യത്തിൻ്റെ എല്ലാം ഉത്തരം എങ്ങനെയാണ് കിട്ടുന്നത്? ഈ ഇൻറ്റേർണൽ ഫാക്ടേഴ്സും എക്സ്റ്റേണൽ ഫാക്ടേഴ്സും കൃത്യമായിട്ട് അനലൈസ് ചെയ്തിട്ടാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം പറഞ്ഞു തരുന്നത്. ഇതിനാണ് ശരിക്കും പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻറ്റ് എൻവയോൺമെൻറ്റ് എന്ന് വിളിക്കുന്നത്. ഇതെല്ലാം കൂടെ ചേർത്ത് ഈ പറഞ്ഞ എല്ലാ കാര്യവും കൂടെയൊക്കെ പഠിച്ച് പരിശോധിച്ചതിന് ശേഷം നമ്മൾ ഈ പറയുന്ന 3-4 ചോദ്യത്തിൻ്റെ ഉത്തരവൊക്കെ ഇത് മൊത്തത്തിൽ ഇതെല്ലാം കൂടെ ചേർത്താണ് ഇൻവെസ്റ്റ്മെൻറ്റ് എൻവയോൺമെൻറ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ ഇപ്പോൾ നമ്മൾ ഡീൽ ചെയ്തിരിക്കുന്നത് എന്താണ്? വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഇൻവെസ്റ്റ്മെൻറ്റ്. എഴുതി വെച്ച് പഠിച്ചോണം. ഇൻറ്റേർണൽ പ്രത്യേകം പഠിക്കണം, എക്സ്റ്റേണൽ പ്രത്യേകം എഴുതി വെച്ച് പഠിക്കണം. ഓക്കെ, സോ ഇവിടെ ഓരോ പോയിൻറ്റും തന്നിട്ടുണ്ട്, അതിൻ്റെ എക്സ്പ്ലനേഷനും ഉണ്ട്, അതിൻ്റെ ഒരു കൃത്യമായിട്ടൊരു എക്സാമ്പിൾ ഞാൻ തന്നിട്ടുണ്ട്. ഓരോന്നും അങ്ങനെ പഠിപ്പിച്ചിരിക്കുന്നത്. അതായത് എന്താണ് പോയിന്റ്, അതിൻ്റെ എക്സ്പ്ലനേഷൻ എന്താണ്, ദെൻ അതിൻ്റെ ഒരു എക്സാമ്പിൾ, ഈ രീതിയിൽ തന്നെ തന്നിട്ടുണ്ട്. ഓക്കെ, നിങ്ങളിത് എഴുതി വെച്ച് തന്നെ പഠിക്കണം. നല്ലൊരു ടോപ്പിക്കാണ്. ദെൻ നമ്മൾ ഇനി നെക്സ്റ്റ് മൂവ് ചെയ്യാൻ പോകുന്നത് പ്രിൻസിപ്പിൾസ്, ഇൻവെസ്റ്റ്മെൻറ്റ് തത്വങ്ങൾ. പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, ദ ഗോൾഡൻ റൂൾ എന്ന് പറയും. പരീക്ഷയ്ക്ക് വേണമെങ്കിൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻവെസ്റ്റ്മെൻ്റ് എന്നോ ദ ഗോൾഡൻ റൂൾ ഓഫ് ഇൻവെസ്റ്റ്മെൻ്റ് എന്നോ ചോദിക്കാം. ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട തത്വങ്ങൾ. ഇത് എളുപ്പമാണോ?
ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളുടെ തന്നെ വീണ്ടും വേറൊരു വെർഷൻ ആണെന്നേ ഉള്ളൂ. ഫസ്റ്റ് വൺ, പ്രിൻസിപ്പിൾ ഓഫ് റിസ്ക് റിട്ടേൺ ട്രേഡ് ഓഫ്. പ്രിൻസിപ്പിൾ ഓഫ് റിസ്ക് റിട്ടേൺ ട്രേഡ് ഓഫ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഹൈ റിസ്ക് എടുക്കാൻ തയ്യാറാണെങ്കിൽ, ഹൈ റിസ്ക് എടുത്താൽ ഹൈ റിട്ടേൺ കിട്ടും. അതായത് റിസ്ക് എടുക്കാൻ തയ്യാറാവാതെ ഹൈ റിട്ടേൺ പ്രതീക്ഷിക്കരുതെന്നർത്ഥം. യു കനോട്ട് എക്സ്പെക്ട് എ ഹൈ റിട്ടേൺ വിത്തൗട്ട് ടേക്കിംഗ് ഹൈ റിസ്ക് എന്നാണ്. ഈ പ്രിൻസിപ്പിൾ എന്താ പറയുന്നത്? യു കനോട്ട് എക്സ്പെക്ട് എ ഹയർ റിട്ടേൺസ് വിത്തൗട്ട് ടേക്കിംഗ് ഹൈ റിസ്ക്. ഹൈ റിട്ടേൺ കിട്ടണോ മക്കളെ, ഹൈ റിസ്ക് എടുത്തേ പറ്റൂ. നിങ്ങൾക്ക് റിസ്ക് എടുക്കാൻ വയ്യാത്തതുകൊണ്ടല്ലേ ബാങ്ക് FD കൊണ്ടുപോയി പൈസ ഇടുന്നത്. അപ്പോൾ നമുക്ക് പലിശയും കുറവായിരിക്കും. റിസ്ക് എടുത്ത് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്താൽ റിസ്ക് എടുക്കുമ്പം കൂടുതൽ റിട്ടേൺ കിട്ടുന്നതല്ല, പോവുകയും ചെയ്യാമെന്നുള്ളൂ റിസ്ക് എന്ന് പറയുന്നത്. വാട്ട് എവർ ഇറ്റ് ഈസ്, ഫസ്റ്റ് പ്രിൻസിപ്പിൾ തന്നെ പ്രിൻസിപ്പിൾ ഓഫ് റിസ്ക് റിട്ടേൺ ആണ്. ഹൈ റിസ്ക് ഹൈ റിട്ടേൺ, ലോ റിസ്ക് ലോ റിട്ടേൺ, ഇത് മാത്രം പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, രണ്ടാമത്തെ പ്രിൻസിപ്പിൾ പ്രിൻസിപ്പിൾ ഓഫ് ഡൈവേഴ്സിഫിക്കേഷൻ. പ്രിൻസിപ്പിൾ ഓഫ് ഡൈവേഴ്സിഫിക്കേഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഈ സ്റ്റേറ്റ്മെൻറ്റ്? ഡോണ്ട് പുട്ട് ഓൾ യുവർ എഗ്സ് ഇൻ വൺ ബാസ്ക്കറ്റ്. എല്ലാ മുട്ടയും കൂടെ ഒരു ബാസ്ക്കറ്റ് ഇട്ട് വെക്കരുത്. കാര്യം ആ ബാസ്ക്കറ്റ് താഴെ വീണ് കഴിഞ്ഞാൽ എല്ലാ മുട്ടയും ഒരുമിച്ച് പൊട്ടും. സംഭവം ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഏതെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂവിൽ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യരുത്. നിങ്ങളുടെ പൈസ മൊത്തത്തിൽ എവിടെയെങ്കിലും ഒരിടത്ത് കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യരുത്. സ്റ്റോക്കിലും ബോണ്ടിലും ഗോൾഡിലും റിയൽ എസ്റ്റേറ്റിലും അങ്ങനെ പല ഡൈവേഴ്സിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. നിർബന്ധമായിട്ടും ഡൈവേഴ്സിഫൈ ചെയ്യണം. ഇതാണ് ഈ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ പോർട്ട്ഫോളിയോ അവർ ക്രിയേറ്റ് ചെയ്ത് തരും. നമ്മുടെ പൈസ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ടൈപ്പ് ഇൻവെസ്റ്റ്മെൻറ്റിലല്ല ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. ഡോണ്ട് പുട്ട് ഓൾ യുവർ എഗ്സ് ഇൻ ദ സെയിം ബാസ്ക്കറ്റ് എന്ന് പറയും. ഒരേ ബാസ്ക്കറ്റിൽ എല്ലാ മുട്ടയും ഇട്ട് വെച്ചാലുള്ള പ്രശ്നം എന്താ? ഈ ബാസ്ക്കറ്റ് എങ്ങാനും താഴെ വീണ് പൊട്ടിക്കഴിഞ്ഞാൽ എല്ലാ മുട്ടയും പൊട്ടും എന്ന് പറയുന്ന പോലെ നമ്മൾ സൂക്ഷിക്കേണ്ടത് ഡൈവേഴ്സിഫിക്കേഷൻ ഉണ്ടാവണം, ഡൈവേഴ്സിഫൈ ചെയ്യണം. സോ നമ്മൾ കൃത്യമായിട്ട് കുറച്ച് IT സ്റ്റോക്ക്, കുറച്ച് ഫാർമസ്യൂട്ടിക്കൽസ്, കുറച്ച് FMCG, കുറച്ച് ഡിബഞ്ചർ, കുറച്ച് ഗോൾഡ്, ഇങ്ങനെ പലതായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഗുണം അഥവാ ഒരെണ്ണം ക്രാഷായി പോയാലും ബാക്കിയുള്ളതിന് പിടിച്ചെടുക്കാൻ പറ്റും. എല്ലാ ഇൻഡസ്ട്രിയും കൂടെ ഒരേ സമയം ഡൗൺ ആവത്തില്ല. എല്ലാ ഇൻഡസ്ട്രിയും ഒരേ സമയം ഡൗൺ ആവില്ല, അപ്പ് ആൻഡ് ഡൗൺ ഉണ്ടാവും. അപ്പം നമുക്കെപ്പോഴും ഡൈവേഴ്സിഫൈഡ് ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിലുള്ള ഗുണം എന്താണ്? എപ്പോഴും നമുക്കൊരു ആവറേജ് റിട്ടേൺ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ അതാണ് രണ്ടാമത്തെ പ്രിൻസിപ്പിൾ ഓഫ് ഡൈവേഴ്സിഫിക്കേഷൻ. പഠിച്ചല്ലോ. അപ്പോൾ ഒന്നാമതാണ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് റിസ്ക് റിട്ടേൺ ട്രേഡ് ഓഫ്. രണ്ടെന്താണ്? പ്രിൻസിപ്പിൾ ഓഫ് ഡൈവേഴ്സിഫിക്കേഷൻ. ഓക്കെ, അടുത്ത പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് ടൈം. നമ്മൾ എത്ര നാളത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ഒരു വലിയ ചോദ്യമാണ്. എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് അതായത് 15 കൊല്ലത്തേക്ക് മക്കളുടെ കല്യാണത്തിന് വേണ്ടിയാണോ, അതോ ഒരു വീട് വെക്കാൻ വേണ്ടിയാണോ, അതോ ഫോറിൻ ട്രിപ്പിന് വേണ്ടിയാണ്, എന്തിനു വേണ്ടിയാണെന്നനുസരിച്ച് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ടൈം തീരുമാനിച്ചോണം. ലോങ് ഡ്യൂറേഷനേക്കാണ് നമ്മുടെ ഗോളെങ്കിൽ, ഒരു 20 കൊല്ലം കഴിഞ്ഞുള്ള കാര്യം ചെയ്യാനാണെങ്കിൽ നമ്മൾ അതനുസരിച്ച് ഒരു ലോങ് നേച്ചറിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് പ്രിഫർ ചെയ്യാം. എന്നാൽ 5 വർഷം കഴിഞ്ഞ് വീട് വെക്കാനാണെങ്കിൽ നമ്മൾ പോയി 20 കൊല്ലത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് എടുക്കരുത്. അപ്പോൾ പ്രിൻസിപ്പിൾ ഓഫ് ടൈം എന്ന് പറഞ്ഞാൽ നമ്മൾ തീരുമാനിക്കണം ഇത് എന്തിനു വേണ്ടിയാണ് ഇൻവെസ്റ്റ്മെൻറ്റ്, അതനുസരിച്ചാണ് ടൈം സെറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ പ്രിൻസിപ്പിൾ ഓഫ് ലിക്വിഡിറ്റി. എത്ര പെട്ടെന്ന് നമുക്കിത് ക്യാഷ് ആക്കി മാറ്റണം. നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എത്ര പെട്ടെന്ന് ക്യാഷ് ആക്കി മാറ്റണം, അതനുസരിച്ച് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിച്ചോണം. ഇപ്പോൾ നമ്മളിപ്പം ലാൻഡിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലിക്വിഡിറ്റി ഭയങ്കര കുറവാണ്. കാര്യം പെട്ടെന്ന് ലാൻഡ് വിറ്റാൽ നഷ്ടം വന്നു പോകും. പക്ഷേ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്താൽ നമ്മൾ എപ്പോൾ വിറ്റാലും ആ പേപ്പറിലെ വില കിട്ടും. അതായത് ലിക്വിഡിറ്റിയാണ് നമ്മുടെ ആവശ്യം എന്നുണ്ടെങ്കിൽ ലാൻഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരം ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്ന കണക്കാണ്. ഓക്കെ, ദെൻ പ്രിൻസിപ്പിൾ ഓഫ് ടാക്സ് എഫിഷ്യൻസി. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ടാക്സ് കുറയ്ക്കണമെന്നാണെങ്കിൽ അതനുസരിച്ചുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് സെക്ടർ നോക്കുക. അപ്പോൾ പ്രധാനമായിട്ടും ഇൻവെസ്റ്റ്മെൻറ്റിന് 5 തത്വങ്ങളുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന 5 കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് റിസ്ക് എടുത്താൽ നല്ല റിട്ടേൺ കിട്ടും. റിസ്ക്കും റിട്ടേണും നോക്കണം. റിസ്ക് കുറച്ചുകൊണ്ട് റിട്ടേൺ കൂട്ടാൻ പറ്റില്ല. റിസ്ക് റിട്ടേൺ. അടുത്തത് ഡൈവേഴ്സിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. ദെൻ ടൈം നോക്കിക്കോണം. ലോങ് ഇൻവെസ്റ്റ്മെൻ്റ് ആണോ ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആണോ അത് നമ്മൾ തീരുമാനിച്ചോണം. ദെൻ ലിക്വിഡിറ്റി. എത്ര ഈസി ആയിട്ട് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റണം. അപ്പോൾ കൊണ്ടുപോയി ലാൻഡ് മേടിച്ചിട്ടുള്ളതല്ലേ, എവിടെയെങ്കിലും 10 സെൻറ്റ് ലാൻഡ് മേടിച്ചിട്ട് പിന്നെ അത് വിൽക്കണമെങ്കിൽ ചിലപ്പോൾ 6 മാസം എടുക്കും. നമുക്ക് പെട്ടെന്ന് കാശിന് ആവശ്യമുള്ളവരാണെങ്കിൽ ഗോൾഡ് ഇൻവെസ്റ്റ് ചെയ്തോ, മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാം, ലിക്വിഡാണ് അതൊക്കെ, പെട്ടെന്ന് നമുക്ക് ക്യാഷ് ആക്കി മാറ്റാം. ഓക്കെ, ദെൻ ടാക്സ്. നമ്മുടെ പ്രധാന പർപ്പസ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻകത്തിൻ്റെ ടാക്സ് ഒന്ന് കുറയ്ക്കണമെന്നാണെങ്കിൽ അതനുസരിച്ചിട്ടുള്ള ATC ഡിഡക്ഷനെ കിട്ടും. നമുക്ക് ഇൻകം ടാക്സ് അനുസരിച്ച് കുറേ ഇൻവെസ്റ്റ്മെൻറ്റുകൾക്ക് ടാക്സ് ഡിഡക്ഷനൊക്കെ ക്ലെയിം ചെയ്യാൻ പറ്റും. അപ്പോൾ അത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നോക്കി ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതാണ് പ്രധാനമായിട്ടും പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റിൽ 5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഓക്കെ, ഇനി ഇതാ വരുന്ന കഥാനായകൻ. ഇത് പ്രധാനപ്പെട്ടതാണ്. ഇതാണ് ഹീറോ.
ടൈം വാല്യൂ ഓഫ് മണി. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോവുകയാണെങ്കിൽ, എവിടെയെങ്കിലും പണം ഇൻവെസ്റ്റ് ചെയ്യാൻ പോവുകയാണെങ്കിൽ, നിങ്ങളുടെ പേരൻസിനോടാണെങ്കിലും അല്ലെങ്കിൽ അറിയാവുന്ന ആരോടും ആയിക്കോട്ടെ, നിങ്ങളാവട്ടെ നിങ്ങളുടെ പേരൻസ് ആവട്ടെ, നിർബന്ധമായിട്ട് ഈ ടൈം വാല്യൂ ഓഫ് മണി എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. സംഭവം ഇത്രയേ ഉള്ളൂ. ആദ്യം ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. ഒരു സാധാരണ എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പോൾ ഒരു 20 വർഷങ്ങൾക്കൊക്കെ മുമ്പ്, ഇപ്പോൾ എൻ്റെ ക്ലാസ് കേൾക്കുന്നവർ ജനിച്ചിട്ടുണ്ടോയെന്ന് പോലും എനിക്കറിയത്തില്ല, എങ്കിലും കേട്ടോ, ഒരു 20 വർഷങ്ങൾക്കൊക്കെ മുൻപ് നമുക്ക് 5 രൂപയ്ക്കൊക്കെ മീൻ കിട്ടുമായിരുന്നു. നിങ്ങൾ ഇപ്പോൾ ലോക്കൽ എക്സാമ്പിൾ തന്നെ കേട്ടോ, ഒന്ന് കേട്ടോ. ഒരു 20 വർഷം മുൻപോട്ടൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ വെറും 5 രൂപ കൊടുത്താൽ നമുക്ക് മീൻ കിട്ടും. ചാള, മത്തി, നെത്തോലി, അങ്ങനത്തെ ലോക്കൽ മീനൊക്കെ ഉണ്ടല്ലോ, ചെറിയ മീനുകൾ 5 രൂപയ്ക്ക് കിട്ടും. അത്യാവശ്യം നന്നായി കിട്ടും. ഒരു കുടുംബത്തിനുള്ള മീൻ കിട്ടും. 5 രൂപയ്ക്ക് മീൻ കിട്ടും, ചാളയും മത്തിയെ കിട്ടും. ഓക്കെ, അപ്പോൾ 5 രൂപയ്ക്ക് എന്നാൽ 5 ചാള കിട്ടുമെന്ന് വിചാരിച്ചോ. ഒരു 20 കൊല്ലം മുമ്പ് 5 രൂപ കൊടുത്താൽ നമുക്ക് നല്ല പെടയ്ക്കുന്ന 5 ചാള കിട്ടും. ഓക്കെ, എന്നാൽ ഇന്ന് നിങ്ങളുടെ പേരൻസിനോട് ചോദിച്ചു നോക്കിയോ, 50 രൂപയെ കുറഞ്ഞ് അങ്ങനെ മീൻ കിട്ടത്തില്ല. 50 രൂപ തന്നെ പാടാണ്, എങ്കിലും ഞാൻ പറയുന്നതേ ഉള്ളൂ. 50 രൂപയ്ക്കും ഈ 5 ചാള കിട്ടണമെങ്കിൽ ഇന്ന് 50 രൂപ കൊടുക്കണം. സിറ്റുവേഷൻ മനസ്സിലാവുന്നുണ്ടോ? 20 വർഷം മുമ്പ് 5 രൂപയ്ക്ക് 5 ചാള കിട്ടുമായിരുന്നു. അത് റിയാലിറ്റിയാണ്, കിട്ടും, ഉറപ്പായിട്ടും കിട്ടുമായിരുന്നു. എന്നാൽ ഇന്ന് 50 രൂപ കൊടുത്താലേ ഒരു 5 ചാള കിട്ടൂ. ഇവിടെ ഞാൻ ചോദിക്കുന്നത്, അന്നത്തെ ചാളയേക്കാളും, അന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആ മീൻ, ആ ചാള, അന്നൊരു മീനുണ്ടല്ലോ, ആ മീനിനേക്കാളും ഇന്നത്തെ ചാളയ്ക്ക് വല്ല സ്വർണം വല്ലതും ഉണ്ടോ? ചാള എന്ന മീനിന് വല്ല പ്രത്യേകത മാറിയിട്ടുണ്ടോ? ഒന്നുമില്ല. പക്ഷെ മാറിയത് എന്താണ്? മാറിയത് ചാള മീനല്ല, മാറിയത് പണത്തിൻ്റെ മൂല്യമാണ്. അതായത് 20 വർഷം മുമ്പത്തെ 5 രൂപ എന്ന് പറയുന്നത് അന്ന് അതിന് അതിൻ്റേതായ വാല്യൂ ഉണ്ട്. ടൈം പാസ് ചെയ്തപ്പോൾ, അതായത് കാലഘട്ടം മാറി വരും തോറും ഈ പണത്തിൻ്റെ മൂല്യം കുറഞ്ഞ് അന്നത്തെ 5 രൂപയുടെ മൂല്യമേ ഇന്നത്തെ 50 രൂപയ്ക്കുള്ളൂ. ഇതാണ് ടൈം വാല്യൂ ഓഫ് മണി. കാലം കഴിഞ്ഞ് മുന്നോട്ട് പോകും തോറും പണത്തിൻ്റെ മൂല്യം കുറഞ്ഞുകൊണ്ടിരിക്കും. അല്ലാതെ ചാള മികച്ചതായതുകൊണ്ടല്ല. അന്ന് 5 രൂപയ്ക്ക് കിട്ടിയ 5 ചാള ഇന്ന് 50 രൂപ കൊടുത്താലേ കിട്ടൂ എന്ന് പറയാൻ ചാളയ്ക്ക് യാതൊരു മാറ്റവും ഇല്ല. ഈ 5 രൂപയുടെ വാല്യൂവേ ഉള്ളൂ ഇന്നത്തെ 50 രൂപയ്ക്ക്. അപ്പം സമയം കഴിയും തോറും പണത്തിൻ്റെ മൂല്യം കുറഞ്ഞുകൊണ്ടിരിക്കും. ഈ ഒരു കോൺസെപ്റ്റിനെയാണ് നമ്മൾ ടൈം വാല്യൂ ഓഫ് മണി എന്ന് പറയുന്നത്. എ റുപ്പി ടുഡേ ഈസ് വർത്ത് മോർ ദാൻ റുപ്പി ടുമാറോ എന്നാണ്. ഇന്നത്തെ 1 രൂപ എന്ന് പറയുന്നത് നാളത്തെ 1 രൂപയേക്കാളും വാല്യൂ ഉണ്ടെന്നാണ്. ഒരു ദിവസം അങ്ങോട്ട് കഴിയും തോറും പൈസയുടെ മൂല്യം കുറഞ്ഞുകൊണ്ടിരിക്കും. ഈ ഒരു കോൺസെപ്റ്റിനെയാണ് നമ്മൾ ടൈം വാല്യൂ ഓഫ് മണി എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ ടൈം വാല്യൂ ഓഫ് മണി വെച്ചിട്ടാണ് നമ്മുടെ നല്ല പേരൻസ്, നമ്മുടെ ഗ്രാൻഡ് പേരൻസ് ഒക്കെ പറയും, നമ്മുടെ കാലത്ത് 10 പൈസ ഉണ്ടായിരുന്നുള്ളൂ, എന്തോ ആയിക്കോട്ടെ, അന്ന് അത് 1 രൂപയ്ക്ക് കിട്ടുമായിരുന്നു, വെറും 5 രൂപയ്ക്കാണ് അത് മേടിച്ചുകൊണ്ടിരുന്നത്, അന്നൊക്കെ പെട്രോളിന് 3 രൂപയേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ ഇന്നും ആ പ്രോഡക്റ്റിന് മാറ്റമൊന്നുമില്ല. പക്ഷെ അന്നത്തെ 3 രൂപയ്ക്ക് അതിൻ്റേതായ മൂല്യമുണ്ട്, വാല്യൂ ഉണ്ട്. ആ 3 രൂപയ്ക്ക് തുല്യമായിട്ടാണ് ഇന്ന് ഈ പറയുന്ന 60 രൂപ കിടക്കുന്നതെന്ന് അർത്ഥം. അപ്പം കാലം കഴിയും തോറും പൈസയുടെ മൂല്യം കുറഞ്ഞുകൊണ്ടിരിക്കും. അന്നത്തെ 3 രൂപയ്ക്ക് ഇന്നത്തെ 3 രൂപയുടെ മൂല്യം അല്ല. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ ടൈം വാല്യൂ ഓഫ് മണി ഇത്രയേ ഉള്ളൂ. കാലം കഴിഞ്ഞ് മുന്നോട്ട് പോകും തോറും നമുക്ക് പൈസയുടെ മൂല്യം കുറഞ്ഞുകൊണ്ടിരിക്കും. ഇതാണ് ബേസിക്കലി ടൈം വാല്യൂ ഓഫ് മണി. കാലം കഴിയും തോറും പൈസയുടെ വാല്യൂ കുറയും. ഓക്കെ, ഇനി പേരൻസിനെയൊക്കെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മൾ ഈ LIC എടുക്കും. LIC, ഓക്കെ, ഈ LIC ഏജൻറ്റുമാർ വന്നിട്ട് വീട്ടിൽ നിന്നിട്ട് ഭയങ്കര വർത്തമാനമൊക്കെ പറയും. നിങ്ങളിപ്പോൾ മാസാമാസം ഇത്ര രൂപ അടച്ചുകൊണ്ടിരുന്നാൽ മതി, 15 കൊല്ലം കഴിയുമ്പോൾ 10 ലക്ഷം രൂപ കിട്ടും. ഇങ്ങനെയൊക്കെ അവർ പറയുന്നത്. മാസത്തെ ചെറിയൊരു എമൗണ്ട് അങ്ങോട്ട് അടച്ചുകൊണ്ടിരുന്നാൽ മതി, 15 വർഷം കൊണ്ട് കഴിയുമ്പോൾ സാറിൻ്റെ കയ്യിൽ, മാഡത്തിൻ്റെ കയ്യിൽ 10 ലക്ഷം രൂപയാണ് കിട്ടാൻ പോണത്. ഇവിടെ പലപ്പോഴും നമ്മുടെ പേരൻസ് വീണ് പോണത്, അവർ ഇന്നത്തെ 10 ലക്ഷം വെച്ചാണ് പറയുന്നത്. അവർ ചിന്തിക്കുന്നത് 10 ലക്ഷം രൂപ കിട്ടുമല്ലേ, അവർ ഇന്നത്തെ 10 ലക്ഷം വെച്ചാണ് അവർ ഒരു 10 ലക്ഷം രൂപ കിട്ടുമല്ലേ. യഥാർത്ഥത്തിൽ ഇത് 15 വർഷം കഴിഞ്ഞേ കിട്ടത്തുള്ളൂ. 15 വർഷം കഴിഞ്ഞിട്ട് ഈ 10 ലക്ഷം രൂപ കൊടുത്താൽ ചിലപ്പോൾ ഒരു നാനോ കാർ പോലും കിട്ടത്തില്ല. ഇത് ചിലപ്പോൾ പേരൻസ് ചിന്തിക്കത്തില്ല. ഞാൻ പറഞ്ഞ മനസ്സിലായി വരുന്നുണ്ടോ? LIC ഏജൻറ്റ് എന്താ പറയുന്നത്, നിങ്ങൾ മാസം ചെറിയൊരു എമൗണ്ട് അടച്ചാൽ മതി, 15 കൊല്ലം അങ്ങോട്ട് കഴിയിട്ട് 10 ലക്ഷം രൂപയാണ് കൈ വരാൻ പോണത്. ഇത് കേട്ട ഉടനെ നമ്മുടെ അച്ഛനും അമ്മയും വീഴുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായോ? അവർ ഇന്നത്തെ 10 ലക്ഷമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. 10 ലക്ഷം രൂപ കിട്ടുമല്ലേ, എങ്കിൽ അത് കൊള്ളാം. അത് 15 കൊല്ലം കഴിഞ്ഞേ കിട്ടൂ. അന്നത്തെ 10 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ ഇന്ന് 3 ലക്ഷം രൂപ കൊടുത്ത് ചെയ്യുന്ന കാര്യം പോലും ചെയ്യാൻ പറ്റത്തില്ല. ദിസ് ഈസ് ടൈം വാല്യൂ ഓഫ് മണി. ക്ലിയർ ആവുന്നുണ്ട്? അതാണ് ഈ ബേസിക് കോൺസെപ്റ്റ്. ഓക്കെ, ഇനി ഇതിൽ തന്നെ പ്രധാനമായിട്ടും നമുക്ക് 2 കമ്പോണൻറ്റ് വരുന്നുണ്ട്. പ്രസൻറ്റ് വാല്യൂ ഉണ്ട്, ഫ്യൂച്ചർ വാല്യൂ ഉണ്ട്. പ്രസൻറ്റ് വാല്യൂ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ഫ്യൂച്ചർ എമൗണ്ടിൻ്റെ ഇന്നത്തെ വാല്യൂ. അതായത് 10 വർഷത്തിന് ശേഷമുള്ള
10 ലക്ഷം രൂപ എന്ന് പറയുന്നത് ഇന്ന് 3 ലക്ഷത്തിന് തുല്യമാണെന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് പ്രസൻറ്റ് വാല്യൂ. ഫ്യൂച്ചർ എമൗണ്ടിൻ്റെ ഇന്നത്തെ വാല്യൂ എത്രയായിരിക്കും? അപ്പോൾ ഞാൻ എക്സാമ്പിൾ പറയുന്നത് കേട്ടോ. 10 വർഷം കഴിഞ്ഞ് 10 വർഷത്തിന് ശേഷമുള്ള 10 ലക്ഷം രൂപ എന്ന് പറയുന്നത് ഇന്നത്തെ 3 ലക്ഷം രൂപയ്ക്ക് തുല്യമാണെന്ന് പറഞ്ഞാൽ ഈ 3 ലാക്കാണ് പ്രസൻറ്റ് വാല്യൂ. അന്നത്തെ ഒരു കാലം, അത് എന്നോ ആയിക്കോട്ടെ, 10 കൊല്ലം കഴിഞ്ഞിട്ടുള്ള 10 ലക്ഷം രൂപയുടെ ഇന്നത്തെ വാല്യൂ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് പ്രസൻറ്റ് വാല്യൂ. ഫ്യൂച്ചർ വാല്യൂ എന്ന് പറഞ്ഞാൽ തിരിച്ചാണ്. ഇന്നത്തെ 3 ലക്ഷം രൂപ എന്ന് പറയുന്നത് 10 വർഷം കഴിഞ്ഞ് 10 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ ആ 10 ലക്ഷം രൂപയാണ് ഫ്യൂച്ചർ വാല്യൂ. സിംപിളി ഇത്രയേ ഉള്ളൂ. ഭാവിയിൽ കിട്ടാൻ സാധ്യതയുള്ള ഒരു എമൗണ്ടിൻ്റെ ഇന്നത്തെ വാല്യൂ ആണ് പ്രസൻറ്റ് വാല്യൂ. ഇന്ന് നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു പൈസയുടെ ഫ്യൂച്ചർ, ഭാവിയിൽ എന്ത് വിലയുണ്ടെന്ന് തീരുമാനിക്കുന്നതാണ് ഫ്യൂച്ചർ വാല്യൂ. ഇങ്ങനെ രണ്ട് കാര്യമുണ്ട്. അതായത് പ്രസൻറ്റ് വാല്യൂ എന്നും പറയാം, പ്രസൻറ്റ് വാല്യൂ ഉണ്ട്, ഫ്യൂച്ചർ വാല്യൂ ഉണ്ട്. സംഭവം മനസ്സിലാവോ? ഇത്രയേ ഉള്ളൂ. ഇന്ന് എൻ്റെ കയ്യിൽ ഒരു 10 രൂപയുണ്ട്, ഇപ്പം എൻ്റെ 10 രൂപയുണ്ട്. ഇതിന് ഒരു മാസം കഴിഞ്ഞ് ഒരു കൊല്ലം കഴിഞ്ഞ് എന്ത് വാല്യൂ ഉണ്ടെന്ന് തീരുമാനിക്കുന്നത്, അങ്ങനെ കണ്ടുപിടിക്കുന്നതാണ് ഫ്യൂച്ചർ വാല്യൂ. ഭാവിയിൽ ഇതിനെന്ത് വാല്യൂ കിട്ടും, അത് ഫ്യൂച്ചർ വാല്യൂ. എന്നാൽ ഭാവിയിൽ ഒരു 10 രൂപ എനിക്ക് കിട്ടും, ഭാവിയിൽ പിന്നീട് എനിക്കൊരു 10 രൂപ കിട്ടും, അതിന് ഇന്ന് എന്ത് വാല്യൂ ഉണ്ടെന്ന് കണ്ടുപിടിക്കുന്നതാണ് പ്രസൻറ്റ് വാല്യൂ. ക്ലിയർ ആവുന്നുണ്ടോ? പ്രസൻറ്റ് വാല്യൂ എന്താണ്, ഫ്യൂച്ചർ വാല്യൂ എന്താണെന്ന്. അപ്പോൾ ഇങ്ങനെ രണ്ട് കാര്യം നമ്മൾ കൊമേഴ്സുകാർ അറിഞ്ഞിരിക്കണം. ഓക്കെ, പ്രസൻറ്റ് വാല്യൂ, ഫ്യൂച്ചർ വാല്യൂ. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് വെറുതെ ഇത് നിർബന്ധമൊന്നുമില്ല, ഒരു ഇക്വേഷൻ കാണിച്ചിരുന്നേ ഉള്ളൂ. പ്രസൻറ്റ് വാല്യൂ, ഫ്യൂച്ചർ വാല്യൂ കണ്ടുപിടിക്കാനുള്ള പരിപാടിയാണ്. ഓക്കെ, ഫ്യൂച്ചർ വാല്യൂ കണ്ടുപിടിക്കുന്നത് ഇന്നത്തെ വില, പ്രസൻറ്റ് വാല്യൂ, പി വി എന്ന് പറഞ്ഞാൽ പ്രസൻറ്റ് വാല്യൂ ഇൻറ്റു 1 + r⁻n. r എന്ന് പറയുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഓരോ ഇൻഫ്ലേഷൻ റേറ്റ് ഉണ്ടല്ലോ, 7%, 8%, അതാണ്. n എന്ന് പറയുന്നത് എത്ര വർഷത്തിന് ശേഷമുള്ളതാണ്. അപ്പോൾ ഫ്യൂച്ചർ വാല്യൂ കണ്ടുപിടിക്കുന്നത് ഇന്നത്തെ പ്രസൻറ്റ് വാല്യൂ ഇൻറ്റു 1 + r⁻n. നിങ്ങളിത് കാണാതെ പഠിക്കൊന്നും വേണ്ട, ഒന്ന് കാണിച്ച് തന്നു. ഇങ്ങനെ ഇക്വേഷൻ ഉണ്ട്. ഓക്കെ, ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഇന്ന് ഞാൻ 1000 രൂപ ഇൻവെസ്റ്റ് ചെയ്യുവാണ്. ഇന്നത്തെ 1000 രൂപയ്ക്ക് 10% ഇൻട്രസ്റ്റ് റേറ്റിൽ 2 കൊല്ലം കഴിഞ്ഞ് എനിക്ക് എന്ത് കിട്ടും? ഇന്നത്തെ 1000 രൂപ ഇന്ന് ഞാൻ ഇൻവെസ്റ്റ് ചെയ്താൽ 10% ഇൻട്രസ്റ്റ് റേറ്റിൽ 2 കൊല്ലം കഴിഞ്ഞ് എനിക്ക് എന്ത് കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1000 ഇൻറ്റു 1 + 10% എന്ന് പറഞ്ഞാൽ 0.1 എന്നാണ്. 10% എന്ന് പറയുന്നത് 0.1 ആണ്, മാത്തമെറ്റിക്സ്. ഓക്കെ, 1 + 0.1 അപ്പോൾ 1000 ഇൻറ്റു 1.1 എന്ന് പറയുമ്പോൾ വലിയ 1210 രൂപ കിട്ടും. അപ്പോൾ ഇന്നത്തെ 1000 രൂപ 10% ഇൻട്രസ്റ്റിൽ 2 കൊല്ലത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ എനിക്ക് 2 കൊല്ലം കഴിയുമ്പോൾ 1210 രൂപ കിട്ടും. ഇതാണ് ഫ്യൂച്ചർ വാല്യൂ കണ്ടുപിടിക്കുന്നത്. ഇന്നത്തെ 1000 രൂപയ്ക്ക് 2 കൊല്ലം കഴിഞ്ഞ് എന്ത് വാല്യൂ ഉണ്ടെന്ന് ചോദിച്ചാൽ ഇന്നത്തെ 1000 രൂപ എനിക്ക് 1210 ആയിട്ട് മാറും. 10% ഇൻഫ്ലേഷൻ റേറ്റ് ആണെങ്കിൽ ഇന്നത്തെ 1000-ഉം 2 കൊല്ലം കഴിഞ്ഞുള്ള 1210-ഉം സെയിം ആണ്. 2 കൊല്ലം കഴിഞ്ഞ് 1210 രൂപ കിട്ടുന്നത് 10% ഇൻഫ്ലേഷൻ ഉള്ള രാജ്യത്താണെങ്കിൽ രണ്ടും ഏതാണ്ട് ഒരുപോലെ തന്നെ എന്നർത്ഥം. ഓക്കെ, ഇനി പ്രസൻറ്റ് വാല്യൂ, ഇപ്പോൾ നമ്മൾ ഫ്യൂച്ചർ വാല്യൂ കണ്ടുപിടിക്കുന്നതാണ് പറഞ്ഞത്. ഇനി പ്രസൻറ്റ് വാല്യൂ. ഓക്കെ, നിങ്ങൾ കണ്ടുപിടിക്കാനൊന്നും പഠിക്കണ്ട, ഞാൻ പഠിപ്പിച്ച് തരുന്നതേ ഉള്ളൂ. പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കുന്നത് ഫ്യൂച്ചർ വാല്യൂ ഡിവൈഡഡ് ബൈ 1 + r⁻n. ഫ്യൂച്ചർ വാല്യൂ ഡിവൈഡഡ് ബൈ 1 + r⁻n. ദാ നേരത്തെ 1210 ഫ്യൂച്ചർ വാല്യൂ കിട്ടിയത്. ആ 1210 ഡിവൈഡഡ് ബൈ 1 + 0.1 എടുത്ത് തിരിച്ചടിച്ച് നോക്കിയാൽ 1000 എന്ന് കിട്ടും. 2 വർഷം കഴിഞ്ഞുള്ള 1210-ന് ഇന്ന് 1000 രൂപയാണ് വില എന്ന് കണ്ടുപിടിക്കാം. ഇപ്പോൾ മനസ്സിലായോ എന്താണ് ഫ്യൂച്ചർ വാല്യൂ, പ്രസൻറ്റ് വാല്യൂ? ഫ്യൂച്ചർ വാല്യൂ എന്ന് പറഞ്ഞാൽ, ഒന്നുകൂടെ പറഞ്ഞുതരാം. ഫ്യൂച്ചർ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ 1000 രൂപയ്ക്ക് 2 വർഷം കഴിഞ്ഞ് 1210 എന്ന വാല്യൂ ഉണ്ട്. പ്രസൻറ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ 2 വർഷം കഴിഞ്ഞുള്ള 1210-ന് ഇന്ന് 1000 രൂപയുടെ വാല്യൂ ഉണ്ട്. ഇതാണ് ഇക്വേഷൻ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ബേസിക്കലി ടൈം വാല്യൂ ഓഫ് മണി എന്നൊരു കോൺസെപ്റ്റ്. ഇതറിഞ്ഞേ പറ്റൂ. ഇതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് നമ്മുടെ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജർമാർ നമ്മളെ കൊണ്ട് കൃത്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ഇതൊന്നും നമുക്ക് പെട്ടെന്ന് കിട്ടത്തില്ല. ഇതിനു വേണ്ടിയാണ് നമ്മൾ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ്മെൻറ്റ് പഠിക്കുന്നത്. ഇപ്പോൾ മനസ്സിലായോ, ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം പ്രധാനമായിട്ടും നോക്കണം. ഇനി നമ്മൾ ശരിക്കും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടോ? നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നൊരു കമ്പനി ഷെയറാണെന്ന് വിചാരിച്ചോ. നിങ്ങളൊരു കമ്പനിയുടെ ഷെയർ വാങ്ങാൻ പോവുകയാണ്. നമുക്കൊന്ന് ഇൻവെസ്റ്റ് ചെയ്ത് നോക്കാം. നമുക്ക് റിയൽ ആയിട്ട് നിങ്ങൾ എൻ്റെ കൂടെ കൂടിക്കോ, നമുക്കൊന്ന് ഇൻവെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങളങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ നിങ്ങളൊരു കമ്പനിയുടെ ESG നിർബന്ധമായിട്ട് നോക്കണം. ഇതെന്താടാ അപ്പനെ ESG എന്ന് പറഞ്ഞാൽ? അതല്ലേ, ESG എന്ന് പറഞ്ഞാൽ
എൻവിയോൺമെൻ്റൽ, സോഷ്യൽ, ഗവേണൻസ് ഇമ്പാക്റ്റ് മനസ്സിലാക്കിയിരിക്കണം. നമ്മൾ കൃത്യമായിട്ടും ഒരു കമ്പനിയിൽ ഷെയറിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുൻപായിട്ട് ആ കമ്പനിയുടെ ESG മനസ്സിലാക്കണം. E സ്റ്റാൻഡ്സ് ഫോർ എൻവിയോൺമെൻ്റൽ, S സോഷ്യൽ, ഗവേണൻസ്. ഈ 3 കാര്യത്തിനും ഇതിന് സ്കോറുണ്ട്. E സ്കോർ, S സ്കോർ, G സ്കോർ എന്ന് പറയും. E സ്കോർ, S സ്കോർ, G സ്കോർ. ഇത് നല്ല പോലെ നിൽക്കുന്ന കമ്പനി മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യാവൂ. ഇതിലേതെങ്കിലും ഒന്ന് ഡൗൺ ആണെങ്കിൽ, ഇതിലേതെങ്കിലും ഒരു സ്കോർ മോശമാണെങ്കിൽ ആ കമ്പനിയുടെ പെർഫോമൻസും മോശമാവും. ഓട്ടോമാറ്റിക്കലി അതിൽ ഇൻവെസ്റ്റ് ചെയ്താൽ നഷ്ടം വരും. വീണ്ടും പറയുവാണ്, കമ്പനിയുടെ ഫിനാൻഷ്യൽ പെർഫോമൻസ് അല്ല ഈ പറയുന്നത്, എൻവിയോൺമെൻ്റൽ പെർഫോമൻസ്, സോഷ്യൽ പെർഫോമൻസ്, ഗവേണൻസ് പെർഫോമൻസ്. അതാണ് ESG എന്ന് പറയുന്നത്. അപ്പോൾ കമ്പനി ചിലപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ നല്ല ലാഭത്തിലായിരിക്കും, നല്ല റവന്യൂ ഒക്കെ കാണും. അത് മാത്രം കണ്ട് ഇൻവെസ്റ്റ് ചെയ്യരുത്. കമ്പനിയുടെ ഫിനാൻഷ്യൽ പെർഫോമൻസ് മാത്രം നോക്കി ഇൻവെസ്റ്റ് ചെയ്യരുത്. കമ്പനിയുടെ ESG കൂടി നോക്കണം. ESG നോക്കുക എന്ന് പറഞ്ഞാൽ ഒന്നാമതായിട്ട് കേട്ടോ, എൻവിയോൺമെൻ്റൽ എന്ന് പറഞ്ഞാൽ ഹൗ എ കമ്പനി പ്രൊട്ടക്ട് ദ എൻവിയോൺമെൻറ്റ്. ഇത് പഠിക്കണം. ഈ സ്കോർ നോക്കണം എന്ന് പറഞ്ഞാൽ, ഡസ് ഇറ്റ് പൊല്യൂട്ട്, നമ്മുടെ കമ്പനി പൊല്യൂഷന് കാരണമാകുന്നുണ്ടോ? ഡസ് ഇറ്റ് യൂസ് റിന്യൂവബിൾ എനർജി? ഹൗ ഡസ് ഇറ്റ് മാനേജ് വേസ്റ്റ് ആൻഡ് വാട്ടർ? ഇതെല്ലാം കൂടെ ചേർത്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന കമ്പനിക്ക് ഒരു ഈ സ്കോർ കാണും. കമ്പനി നല്ല ലാഭത്തിലായിരിക്കും, കമ്പനി നല്ല റവന്യൂ ഓൺ ചെയ്തു, ഇതൊക്കെ ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ഫിനാൻഷ്യൽ പെർഫോമൻസ് മാത്രം നോക്കി പോകരുത്, ESG നോക്കിയിരിക്കണം. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുൻപായിട്ട് കൃത്യമായിട്ട് നമ്മൾ ESG നോക്കിയിരിക്കണം. അതായത് നമ്മുടെ കമ്പനി എൻവിയോൺമെൻറ്റിനെ എത്രത്തോളം പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്, അതനുസരിച്ചാണ് ഈ സ്കോർ കിട്ടുന്നത്. നല്ല ഹൈ ഈ സ്കോർ ആണെങ്കിൽ ഓക്കെ, പക്ഷേ ലോ ഈ സ്കോർ ആണെങ്കിൽ അവർക്ക് ഉടനെ തന്നെ മിക്കവാറും ഗവൺമെൻറ് പെനാൽറ്റി അടിച്ചു കൊടുക്കും. അപ്പോൾ അവരുടെ ഷെയറിൻ്റെ വാല്യൂ കുറയും, നമുക്ക് പണി കിട്ടും. അപ്പോൾ ഈ സ്കോർ എന്ന് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ, ഹൗ എ കമ്പനി പ്രൊട്ടക്ട് ദ എൻവിയോൺമെൻറ്റ്. ചോദ്യങ്ങൾ ഇതാണ്: ഡസ് ഇറ്റ് പൊല്യൂട്ട്? ഡസ് ഇറ്റ് യൂസ് റിന്യൂവബിൾ എനർജി? ഹൗ ഡസ് ഇറ്റ് മാനേജ് വേസ്റ്റ് ആൻഡ് വാട്ടർ? ഈ ചോദ്യത്തിൻ്റെ എല്ലാം ഉത്തരം എല്ലാം പോസിറ്റീവ് ആണെങ്കിൽ, എല്ലാം അടിപൊളിയാണെങ്കിൽ ഇവർക്ക് ഹൈ സ്കോർ ആയിരിക്കും. എങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ സ്റ്റാൻഡ്സ് ഫോർ എൻവിയോൺമെൻ്റ് ആണ്. അടുത്തത് S സോഷ്യൽ. സോഷ്യൽ എന്ന് ഉദ്ദേശിക്കുന്നത് ഹൗ എ കമ്പനി ട്രീറ്റ് പീപ്പിൾ. ആളുകളോട് ഇവർ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു. ആളുകൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഹൗ ആർ എംപ്ലോയി വർക്കിംഗ് കണ്ടീഷൻസ്. എംപ്ലോയീസിനെ ഇവർ എത്രമാത്രം ട്രീറ്റ് ചെയ്യുന്നുണ്ട്, എംപ്ലോയീസിൻ്റെ വർക്കിംഗ് കണ്ടീഷൻ എത്രത്തോളം ഓക്കെയാണ്. ദെൻ ഈസ് ഇറ്റ് എത്തിക്കൽ വിത്ത് കസ്റ്റമേഴ്സ്. കസ്റ്റമേഴ്സുമായിട്ട് എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത്. ഡസ് ഇറ്റ് സപ്പോർട്ട് ദ ലോക്കൽ കമ്മ്യൂണിറ്റി. അതായത് സമൂഹത്തിന്, നമ്മുടെ സൊസൈറ്റിയിൽ ജീവിക്കുന്ന ആളുകളോട്, എംപ്ലോയി ആയിക്കോട്ടെ, കസ്റ്റമർ ആയിക്കോട്ടെ, സാധാരണക്കാരായ മനുഷ്യരായിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, സൊസൈറ്റിയിലോട്ട് ഇവർ എന്തുമാത്രം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതനുസരിച്ചാണ് S സ്കോർ കിട്ടുന്നത്. ഞാൻ ആദ്യം പറഞ്ഞ മനസ്സിലായോ? ആദ്യം പറഞ്ഞ എൻവിയോൺമെൻറ്റ്, അവർ എത്രമാത്രം എൻവിയോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്, അത് ഗവൺമെൻറ് അനലൈസ് ചെയ്തിട്ട് അവർക്കൊരു സ്കോർ കൊടുക്കും. ഇത് S സ്കോർ കിട്ടാൻ വേണ്ടിയാണ്. അവരുടെ എംപ്ലോയീസിനെയും കസ്റ്റമേഴ്സിനെയും സാധാരണക്കാരായ ജനങ്ങളെയും അവർ പ്രവർത്തിക്കുന്ന ലോക്കൽ കമ്മ്യൂണിറ്റിയിലെ ആളുകളെ എന്തുമാത്രം നല്ലപോലെ ട്രീറ്റ് ചെയ്യുന്നു. അങ്ങനെ നല്ലപോലെ ട്രീറ്റ് ചെയ്താൽ അവർക്ക് S സ്കോർ ഹൈ ആയിരിക്കും. ദെൻ G എന്ന് പറഞ്ഞാൽ ഹൗ എ കമ്പനീസ് റൺ എന്ന. നിയമപരമായിട്ട് ഒരു കമ്പനി പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് നിയമങ്ങൾ നോക്കണം. നിയമപരമായിട്ട് അവർ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ടോ? അവരുടെ മാനേജ്മെൻറ്റ് ട്രാൻസ്പെറൻ്റ് ആണോ? ആർ ദെയർ വിമൺ ഓൺ ദ ബോർഡ് എന്ന് പറഞ്ഞാൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ ഇത്ര വനിതകൾ വേണമെന്നൊക്കെ ഉണ്ട്, അത്രയും വനിതകളുണ്ടോ? ആർ ഷെയർ ഹോൾഡേഴ്സ് റൈറ്റ്സ് ആർ പ്രൊട്ടക്റ്റഡ്. നിയമപരമായിട്ട് കമ്പനിയുടെ ഗവേണൻസ് കറക്റ്റ് ആണോ? കമ്പനിയുടെ നടത്തിപ്പ് ശരിയാണോ? അങ്ങനെ ശരിയാണെങ്കിൽ അവർക്ക് നല്ല G സ്കോർ കിട്ടും. സോ സ്കോർ, S സ്കോറും G സ്കോറും നല്ല പോലെ ആണെങ്കിൽ മാത്രമേ നിങ്ങൾ കൊണ്ടുപോയി കമ്പനി ഇൻവെസ്റ്റ് ചെയ്യാവൂ. കമ്പനിയുടെ ഫിനാൻഷ്യൽ പെർഫോമൻസ് നല്ലതാണെങ്കിലും സ്കോർ എങ്ങാനും മോശമായി കഴിഞ്ഞാൽ ഉടനെ തന്നെ ഗവൺമെൻറ് പണി കൊടുക്കും. അപ്പോൾ ഷെയറിൻ്റെ വാല്യൂ കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ESG നോക്കി മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യാവൂ. കാര്യം എന്താ കേട്ടോ, എന്തിനാണ് ഇൻവെസ്റ്റേഴ്സ് ESG നോക്കുന്നതെന്ന് ചോദിച്ചാൽ, ബാഡ് സ്കോർ ആണെങ്കിൽ, അതായത് ഭയങ്കര പൊല്യൂഷനാണ്, ഈ കമ്പനി കാരണം നാട്ടുകാർക്ക് ജീവിക്കാൻ വയ്യ, ബാഡ് സ്കോർ ആണെങ്കിൽ ഗവൺമെൻറ് ഉടനെ ഫൈൻ അടിച്ച് കൈ തരും. ഇനി S ലേബർ പ്രാക്ടീസും അല്ലെങ്കിൽ കസ്റ്റമറുമായിട്ട് ബന്ധമായിട്ട് അവിടെ എന്നും സമരവും ബഹളവും ആകെ മൊത്തം കുഴപ്പമാണ്. ബാഡ് S സ്കോർ ആണെങ്കിലും കമ്പനി ഉടനെ തന്നെ മിക്കവാറും പൂട്ടേണ്ടി വരും. ഈ രീതിയിൽ കമ്പനിയുടെ ESG മോശമാണെങ്കിൽ കമ്പനി ലാഭത്തിലായാലും ശരി തന്നെ നിയർ ഫ്യൂച്ചറിൽ തന്നെ കമ്പനിക്ക് പണി കിട്ടും. കാര്യം ലോങ് ടേം പെർഫോമൻസ് ആവശ്യമുണ്ടെങ്കിൽ, ഒരു കമ്പനിക്ക് ലോങ് ടേം പെർഫോമൻസ് അഥവാ ലോങ് ടേം സസ്റ്റൈനബിലിറ്റി ആവശ്യമുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അവർ ഈ പറയുന്ന ESG കീപ്പ് ചെയ്യപ്പെട്ടിരിക്കണം. അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിർബന്ധമായിട്ടും എന്ത് നോക്കണം? കമ്പനിയുടെ ESG സ്കോർ നോക്കണം. ഏതെങ്കിലും ഒരെണ്ണം പുവർ സ്കോർ ആണെങ്കിൽ, മോശമാണെങ്കിൽ, ബാഡ് ആണെങ്കിൽ ആ കമ്പനിക്ക് ഉടനെ തന്നെ പണി കിട്ടും. സോ നിങ്ങളൊരു ലോങ് ടൈമിലേക്കാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഉദ്ദേശിക്കുന്നതെങ്കിൽ
നല്ല ESG സ്കോറുള്ള കമ്പനി മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യാവൂ എന്നർത്ഥം. ഓക്കെ, നെക്സ്റ്റ് സസ്റ്റൈനബിൾ ഇൻവെസ്റ്റിംഗ് എന്ന് പറയും. ഒരു കമ്പനിയുടെ ESG നോക്കിയതിന് ശേഷം, ഒരു കമ്പനികളെ കൃത്യമായിട്ട് ഈ പറഞ്ഞ ESG ഫാക്ടേഴ്സ് എല്ലാം നോക്കിയതിന് ശേഷമാണ് ഞാൻ കൃത്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ എനിക്കൊരു പോസിറ്റീവ് ലോങ് ടേം ഇമ്പാക്റ്റ് ഉണ്ടാവും. അതാണ് സസ്റ്റൈനബിൾ ഇൻവെസ്റ്റിംഗ്. അതായത് ഒരാഴ്ചയോ 2 ആഴ്ചയോ കൊണ്ട് ലാഭം ഉണ്ടാക്കാനല്ല ഞാൻ നോക്കുന്നത്. ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സസ്റ്റൈനബിൾ വേൾഡാണ്. അതായത് എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ട് ഈ സൊസൈറ്റിക്ക് ഒരു പ്രയോജനം ഉണ്ടാവണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? എൻവയോൺമെൻറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന, ആളുകളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന, മര്യാദയ്ക്ക് നടന്നുകൊണ്ടിരിക്കുന്ന കമ്പനി ഇൻവെസ്റ്റ് ചെയ്താൽ ഇൻഡയറക്ട്ലി എൻ്റെ പണം കൊണ്ട് സൊസൈറ്റിക്ക് ഗുണമുണ്ടാവും. എടോ, ഹൈ ESG സ്കോറുള്ള കമ്പനി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ESG സ്കോർ ഹൈ ലെവലിൽ നിന്നാൽ എന്താണ് അർത്ഥം? അവർ എൻവയോൺമെൻറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്, നല്ലപോലെ ആളുകൾ ഡീൽ ചെയ്യുന്നുണ്ട്, എല്ലാ കാര്യവും പെർഫെക്റ്റ് ആണ്. അപ്പോൾ അവിടെ ഞാൻ ഇൻവെസ്റ്റ് ചെയ്താൽ ഞാൻ മുഖാന്തരവും സൊസൈറ്റി നന്നാവുന്നില്ലേ? അപ്പോൾ എനിക്കൊരു സസ്റ്റൈനബിൾ വേൾഡ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഹൈ ESG സ്കോറുള്ള കമ്പനി ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് സത്യത്തിൽ സസ്റ്റൈനബിൾ ഇൻവെസ്റ്റിംഗ്. കാര്യം ആ കമ്പനി ലോങ് ടൈമിൽ നിലനിൽക്കും. അവർ ഈ ലോകത്തിന് വേണ്ടി നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ ക്യാഷും ഇൻഡയറക്ട്ലി ഒരുപാട് നന്മ ചെയ്യാനായിട്ട് അവർ എടുക്കുന്നുണ്ട്. ആ സെൻസിലാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് സസ്റ്റൈനബിൾ ഇൻവെസ്റ്റിംഗ്. ESG ഫാക്ടർ നോക്കി ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, അതാണ് മെയിൻ കാര്യം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ഒരു മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു. അവർ വളരെ കുറവ് കാർബൺ ആ കമ്പനി, അതായത് അവർ നല്ലപോലെ വാട്ടർ കൺസർവ് ചെയ്യുന്നുണ്ട്, നോക്കിക്കോ, ലോ കാർബൺ എമിഷൻ, അങ്ങനെ എല്ലാം പെർഫെക്റ്റ്. അവർ ഈ ലോകത്തിന് വേണ്ടി ഒരു ദോഷവും ചെയ്യുന്നില്ല. എല്ലാം പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഫ്യൂച്ചർ റെഡി കമ്പനിയാണ്. എന്ന് പറഞ്ഞാൽ അവർ ഇന്നത്തേക്ക് വേണ്ടി മാത്രമല്ല അടുത്ത ഒരു 20-30 വർഷത്തേക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് തീർച്ചയായിട്ടും ഒരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താം. ഞാൻ പറഞ്ഞ മനസ്സിലായി. ഇപ്പം ESG സ്കോർ മോശമായ ഒരു കമ്പനിയിൽ നിങ്ങൾ കൊണ്ടുപോയി 20 കൊല്ലത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യരുത്. ഇപ്പം തൽക്കാലം അവരുടെ ഫിനാൻഷ്യൽ പെർഫോമൻസ് നല്ലതായിരിക്കും. പക്ഷേ ESG സ്കോർ മോശമാണെങ്കിൽ മിക്കവാറും ഉടനെ തന്നെ കമ്പനി അടച്ചു പൂട്ടേണ്ടി വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ESG സ്കോർ നല്ലതാണെങ്കിൽ മാത്രമേ ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താവൂ. ഫ്യൂച്ചർ റെഡി കമ്പനീസ് എന്ന് പറയും. അപ്പോൾ നമ്മൾ വിശ്വസിക്കുന്നത് ആ കമ്പനി എന്ന് പറയുന്നത് ഭാവി മുൻകൂട്ടി കണ്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കവിടെ ഇൻവെസ്റ്റ് ചെയ്യാം. ദാറ്റ് ഈസ് സസ്റ്റൈനബിൾ ഇൻവെസ്റ്റിംഗ്. അതിനാണ് മെയിൻലി സസ്റ്റൈനബിൾ ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ തന്നെ പഴയ ഒരു ഓൾഡസ്റ്റ് കോൺസെപ്റ്റാണ് ഈ സോഷ്യലി റെസ്പോൺസിബിൾ ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്നത്. സമൂഹത്തിന് നല്ലതിന് വേണ്ടി മാത്രം, സമൂഹത്തിന് മോശമാവുന്ന ഒരു കമ്പനിയിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യില്ല എന്നർത്ഥം. അപ്പോൾ എൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഞാൻ മോശം കമ്പനികളെല്ലാം അവോയ്ഡ് ചെയ്യും, എക്സ്ക്ലൂഡ് ചെയ്യും. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ടൊബാക്കോ കമ്പനീസ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യത്തില്ല, വെപ്പൺസ് ഉണ്ടാക്കുന്ന കമ്പനി ഞാൻ ഇൻവെസ്റ്റ് ചെയ്യത്തില്ല, ലിക്കർ കമ്പനീസ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യത്തില്ല. ഇങ്ങനൊരു തീരുമാനമെടുത്താൽ സൊസൈറ്റിക്ക് മോശമായി നിൽക്കുന്ന കമ്പനിയിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യത്തില്ല എന്നുണ്ടെങ്കിൽ മറ്റെവിടെയെങ്കിലും ഞാൻ ഇൻവെസ്റ്റ് ചെയ്യും. ഈ പറഞ്ഞ ESG അതിനാണ് വിളിക്കുന്ന സോഷ്യലി റെസ്പോൺസിബിൾ ഇൻവെസ്റ്റിംഗ്. സോഷ്യലി റെസ്പോൺസിബിൾ SRI എന്ന് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ, നോട്ട് ഫോർ പ്രോഫിറ്റ്. അതായത് എൻ്റെ ഉദ്ദേശം ആസ് ആൻ ഇൻവെസ്റ്റർ, എൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ഞാൻ എൻ്റെ പേഴ്സണൽ വാല്യൂസ് കീപ്പ് ചെയ്യുന്ന ആളാണ്. എനിക്ക് ഈ പറഞ്ഞ ടൊബാക്കോ കമ്പനീസ് ഇൻവെസ്റ്റ് ചെയ്ത് പൈസ വേണ്ട, വെപ്പൺസ് നിർമ്മിക്കുന്ന കമ്പനീസ് ഇൻവെസ്റ്റ് ചെയ്ത് പൈസ വേണ്ട, ലിക്കർ കമ്പനീസ് ഇൻവെസ്റ്റ് ചെയ്ത് എനിക്ക് പൈസ വേണ്ട എന്നാണെങ്കിൽ ഞാൻ ഒരു സോഷ്യലി റെസ്പോൺസിബിൾ പേഴ്സൺ ആണ്. എൻ്റെ അത്തരം ഇൻവെസ്റ്റ്മെൻറ്റിനെ സോഷ്യലി റെസ്പോൺസിബിൾ ഇൻവെസ്റ്റിംഗ് എന്ന് വിളിക്കാം. ഇതൊരു ഓൾഡ് കോൺസെപ്റ്റാണ്. പണ്ടത്തെ ആളുകൾ അല്ലെങ്കിൽ ഒരു പഴയ ഓൾഡ് സ്കൂൾ ഓഫ് തോട്ടാണ്. അതായത് ഈ പറയുന്ന സൊസൈറ്റിക്ക് ദ്രോഹം ചെയ്യുന്ന, സൊസൈറ്റിക്ക് മോശമായി മാറുന്ന കമ്പനിയിലോട്ട് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യത്തില്ല. അതെനിക്ക് അൺഎത്തിക്കലായിട്ടാണ് ഞാൻ കാണുന്നത്. അതിനെയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ സോഷ്യലി റെസ്പോൺസിബിൾ ഇൻവെസ്റ്റിംഗ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, എന്നാൽ ഇന്ന് അത് മാറിയിട്ട് ആ SRI മാറി ഇന്ന് ഇമ്പാക്റ്റ് ഇൻവെസ്റ്റിംഗ് ആണ്. ഇമ്പാക്റ്റ് ഇൻവെസ്റ്റിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ, ഞാൻ ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിനൊരു സോഷ്യൽ ഇമ്പാക്റ്റ് ഉണ്ടാവുന്നുണ്ടോ, ഡു ആക്റ്റീവ് ഗുഡ് എന്നാണ്. എൻ്റെ പണം സൊസൈറ്റിയിലേക്ക് ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ടോ, അതാണ് ഞാൻ കൃത്യമായിട്ട് നോക്കുന്നത്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഞാനിപ്പോൾ ഒരു സോളാർ ലാൻഡ്, അതായത് ഈ പറഞ്ഞ കണക്ക് എന്താ പറയുക, ഈ വൈദ്യുതി ഇല്ലാത്ത ഗ്രാമങ്ങളിൽ സോളാർ അതായത് അഫോർഡബിൾ റേറ്റിന് സോളാർ കണക്ഷൻ കൊടുക്കുന്നൊരു കമ്പനി ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, വളരെ അഫോർഡബിളായിട്ട് സോളാർ പാനലുകൾ വിൽക്കുന്നൊരു കമ്പനിയുണ്ട്. ഞാനതിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എൻ്റെ ഒരു ചിന്ത എന്ന് പറയുന്നത് എൻ്റെ പണവും കൂടെ കൊണ്ട് അവിടെ ആയിരക്കണക്കിന് ഫാമിലീസിന് വെട്ടം കിട്ടുന്നുണ്ട്. അതായത് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ കൃത്യമായിട്ട് പണം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിനൊരു സൊസൈറ്റൽ ഇമ്പാക്റ്റ്, അത് കൃത്യമായിട്ട് എൻ്റെ പണത്തിനൊരു സോഷ്യൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് ബേസിക്കലി ഇമ്പാക്റ്റ് ഇൻവെസ്റ്റിംഗ്. ഇതെല്ലാം വെൽ കണക്റ്റഡ് ആണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു സോഷ്യൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റാണ് ഞാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ സോഷ്യലി റെസ്പോൺസിബിൾ പേഴ്സൺ ആയിട്ട്
സോഷ്യലി റെസ്പോൺസിബിൾ ഇൻവെസ്റ്റിംഗ് മാത്രമേ നടത്താവൂ. അതുമാത്രവുമല്ല, ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്ന കമ്പനികളെല്ലാം തന്നെയും ESG സ്കോർ ഹൈ ആണെന്ന് ഉറപ്പ് വരുത്തണം. സോ ഇറ്റ് ഷുഡ് ബി എ സസ്റ്റൈനബിൾ ഇൻവെസ്റ്റിംഗ് ടു. അപ്പോൾ ശരിക്കും ഇതെല്ലാം ഏതാണ്ട് ഒരേ മീനിങ് തന്നെയാണോ? സസ്റ്റൈനബിൾ, സോഷ്യലി റെസ്പോൺസിബിൾ, ഇമ്പാക്റ്റ് ഇൻവെസ്റ്റിംഗ്, ഇതെല്ലാം മെയിൻലി ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ. എൻ്റെ പണം സൊസൈറ്റിക്ക് വളരെ പോസിറ്റീവായിട്ട് മാത്രമേ ഉപയോഗിക്കാവൂ. അപ്പോൾ അത്തരം ESG സ്കോറുള്ള കമ്പനിയിൽ മാത്രമേ ഞാൻ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യാവൂ എന്നർത്ഥം. അതാണ് ബേസിക്കലി പറഞ്ഞ ഇമ്പാക്റ്റ് ഇൻവെസ്റ്റിംഗ്. ഞാനൊരു കാര്യം ചെയ്താൽ അതിന് ചെയ്തതിൻ്റെ ഒരു ഫലം ഉണ്ടാവണം. ക്ലിയർ ആണ്? അപ്പോൾ സൊസൈറ്റിയിലേക്ക് അല്ലെങ്കിൽ ഒരു ആക്റ്റീവായിട്ട് നിൽക്കുന്ന കമ്പനി ഉണ്ട്, സൊസൈറ്റി നന്നാക്കി എടുക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഈ പറഞ്ഞ കണക്കിന് സിഗരറ്റ് വിൽപ്പനയല്ല, ലിക്വർ വിൽപ്പനയല്ല, അല്ലാത്തത് ഒരുപാട് കമ്പനി ഉണ്ടല്ലോ, അവരുടെയൊക്കെ ഷെയറുകൾ വാങ്ങാനായിട്ട് താല്പര്യം കാണിക്കുന്നുണ്ടെങ്കിൽ അതാണ് ഈ പറയുന്ന ഇമ്പാക്റ്റ് ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നൊരു കാര്യം, എങ്ങനെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം? ഇതിപ്പോൾ ന്യൂ ജനറേഷൻ കാലഘട്ടമല്ലേ, നിങ്ങളൊക്കെ ജെൻസി പിള്ളേരൊക്കെ അല്ലേ. നിങ്ങളെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ ഒരു എളുപ്പ വഴി പറഞ്ഞുതരാം. നിങ്ങൾ എങ്ങും പോകണ്ട, നിങ്ങൾക്ക് നിങ്ങളുടെ റൂമിലിരുന്ന് ഇൻവെസ്റ്റ് ചെയ്യാം. സോ ഓൺലൈൻ ഇൻവെസ്റ്റ്മെൻറ്റ് പോർട്ടലുകളുടെ കാലമാണ്. ഇതാണ് ഇനി അടുത്ത് നമ്മൾ മനസ്സിലാക്കാൻ പോണത്. ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ നിങ്ങൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഫേമിലും പോകണ്ട, നമ്മുടെ അക്കൗണ്ടിലല്ലേ പൈസ അടക്കുന്നത്, എല്ലാം ഡിജിറ്റൽ അല്ലേ. സോ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഇഷ്ടം പോലെ വെബ്സൈറ്റും ആപ്പുകളും ഉണ്ട്, ഓൺലൈൻ ഇൻവെസ്റ്റ്മെൻറ്റ് പോർട്ടൽസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ മനസ്സിലാക്കിക്കോ, നമുക്ക് സെല്ലിങ്, അതായത് ഈ പറയുന്ന ഷെയർ വാങ്ങാനോ വിൽക്കാനോ എന്തോ ആയിക്കോട്ടെ, ഇതിനെല്ലാം ഇന്ന് ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഓൺലൈൻ ഇൻവെസ്റ്റ്മെൻറ്റ് പോർട്ടൽസിൻ്റെ ഡിഫറെൻറ്റ് ഡയമെൻഷൻസ് ആണ്. അതായത് ഒരു ഓൺലൈൻ ഇൻവെസ്റ്റ്മെൻറ്റ് പോർട്ടൽ എന്ന് പറയുമ്പോൾ അതിനകത്ത് പ്രധാനമായിട്ടും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഫസ്റ്റ് വൺ, ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോം വന്നതിന് ശേഷം, അതായത് കംപ്ലീറ്റ് ആയിട്ട് ഈ ഓൺലൈൻ ആപ്പൊക്കെ വന്നതിന് ശേഷം ഡെമോക്രാറ്റൈസേഷൻ ഓഫ് ഇൻവെസ്റ്റിംഗ് സാധ്യമായിട്ടുണ്ട്. ഡെമോക്രാറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും ചെറിയ ചെറിയ എമൗണ്ടിന് വീട്ടിലിരുന്ന് തന്നെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു ആക്സസിബിലിറ്റി കൊടുത്തു. മേക്കിംഗ് കോംപ്ലക്സ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആക്സസിബിൾ ടു എവരി വൺ. ഇപ്പോൾ സെറോദ, ഗ്രോ എന്നൊക്കെ പറഞ്ഞ ആപ്പുകളുണ്ട്. ഈ ആപ്പിൽ കയറി ഇൻവെസ്റ്റ് ചെയ്യാം. നമുക്ക് സ്മാർട്ട് ഫോൺ മാത്രം മതി, സ്മാർട്ട് ഫോണും ചെറിയൊരു തുകയും, അക്കൗണ്ടിൽ പൈസയും വേണം. ഓക്കെ, സ്മാർട്ട് ഫോണും അക്കൗണ്ടിൽ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് ചെറുതായിട്ടൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് പഠിക്കാനൊക്കെ പറ്റും. അപ്പോൾ ഡെമോക്രാറ്റൈസേഷൻ ഓഫ് ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്നത് ഓൺലൈൻ ഇൻവെസ്റ്റിംഗ് ആപ്പ് വന്നതിന് ശേഷം നല്ല അറിവുള്ളവർക്ക് മാത്രമൊന്നുമല്ല, നമുക്കിപ്പം സ്മാർട്ട് ഫോണിൽ എല്ലാ ആപ്പ് യൂസ് ചെയ്യാൻ അറിയാം, എല്ലാ ആപ്പ് യൂസ് ചെയ്യാൻ ആരും പഠിപ്പിച്ചതല്ല. ഓക്കെ, അതുപോലെ നമുക്ക് വേണമെങ്കിൽ ഈ പറയുന്ന ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ചെറിയ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമിലൊക്കെ പങ്കെടുക്കാൻ പറ്റും, ചെറിയ എമൗണ്ട് ഇട്ട് ഇൻവെസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരിലോട്ടും ഇൻവെസ്റ്റ്മെൻറ്റ് എന്നൊരു കോൺസെപ്റ്റ് എത്തിക്കാൻ ഈ പറയുന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമിന് സാധിച്ചിട്ടുണ്ട്. ഓക്കെ, ദെൻ AI പവേർഡ് അഡ്വൈസ് കിട്ടും. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സഹായത്തോടു കൂടി കൃത്യമായിട്ട് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസ് കിട്ടും. നിങ്ങൾ ഈ കുവേര ആപ്പ്, അപ്സ്റ്റോക്സ് എന്നൊക്കെ കേട്ടിട്ടില്ലേ, പരസ്യം വരാറൊക്കെ ഉണ്ട്, അപ്സ്റ്റോക്സ്, കുവേര എന്നൊക്കെ പറഞ്ഞിട്ട്. ഇവർ ശരിക്കും പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി തന്നെ നമ്മുടെ ചോദ്യങ്ങളുടെ ഉത്തരവും കൂടെ തരും. നമുക്ക് എന്തെങ്കിലുമൊക്കെ സംശയമുണ്ടെങ്കിൽ, അതായത് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളുടെ ഡയമെൻഷൻ, അതിൽ നിന്ന് എന്തൊക്കെ സാധ്യമാകും, വേണമെങ്കിൽ അഡ്വാൻറ്റേജ് എന്നൊക്കെ പറയാം. ഓൺലൈൻ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാറ്റ്ഫോം കൊണ്ട് നമുക്ക് എന്തൊക്കെ സാധ്യമാകും? ഫസ്റ്റ് വൺ, എല്ലാവരിലേക്കും ഇൻവെസ്റ്റ്മെൻറ്റ് എത്താനായിട്ട് സഹായിച്ചു. രണ്ടാമെന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് നല്ല കൃത്യമായിട്ടുള്ള അഡ്വൈസസ് കിട്ടും. നമ്മൾ ആരോട് പോയി ചോദിച്ച് വിഷമിക്കുകയൊന്നും വേണ്ട. ഓക്കെ, ദെൻ സോഷ്യൽ ഇൻവെസ്റ്റിംഗ്. സോഷ്യൽ ഇൻവെസ്റ്റിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ മറ്റുള്ളവർ ഓരോരുത്തരും, മറ്റ് സക്സസ്ഫുൾ ഇൻവെസ്റ്റേഴ്സ്, അവർ പ്രധാനമായിട്ടും ഏതൊക്കെ രീതിയിലാണ് ട്രേഡ് ചെയ്യുന്നത്, അവരെന്തൊക്കെ, അതെല്ലാം നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റും, നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് പഠിക്കാൻ പറ്റും. സക്സസ്ഫുൾ ഇൻവെസ്റ്റേഴ്സ് അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യും ആപ്പിൽ തന്നെ. അപ്പോൾ നമുക്കറിയാൻ പറ്റും ഇവർ ഓരോരുത്തരും എവിടെയൊക്കെയാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ലേൺ ചെയ്യാൻ പറ്റും. നമുക്ക് മറ്റ് ഇൻവെസ്റ്റേഴ്സിൻ്റെ എക്സ്പീരിയൻസ് വെച്ച് മനസ്സിലാക്കി അത് ലേൺ ചെയ്തിട്ട് നമുക്കും അവരെ പോലെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതെല്ലാം ഓൺലൈൻ ആപ്പ് വഴി സഹായമാണ്. ഓക്കെ, ദെൻ ഫ്രാക്ഷണൽ ഓണർഷിപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് എക്സ്പെൻസീവായ സ്റ്റോക്കുകൾ, വളരെ എക്സ്പെൻസീവായ സ്റ്റോക്കുകൾ ചെറിയ രീതിയിൽ, വളരെ ചെറിയ രീതിയിൽ ഫ്രാക്ഷനായിട്ട് വാങ്ങാൻ പറ്റും. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഇപ്പോൾ ആമസോണിൻ്റെയൊക്കെ വലിയ വലിയ ഷെയറുകൾ, കോടിക്കണക്കിന് രൂപയുടെ ഷെയർ നമുക്ക് വാങ്ങാൻ പറ്റത്തില്ല. അപ്പോൾ അതിനെ ഫ്രാക്ഷൻ ആക്കിയിട്ട്, ചെറിയ 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 ഫ്രാക്ഷൻ ആക്കിയിട്ട് ആ രീതിയിൽ ഫ്രാക്ഷൻ ഡീലിംഗ് നമുക്ക് വേണമെങ്കിൽ ഈ പറയുന്ന ഓൺലൈൻ ആപ്പ് വഴി നടത്താൻ പറ്റും. ഓക്കെ, അപ്പോൾ ഓൺലൈൻ ആപ്പിൻ്റെ എന്താ പറയുക, പ്രയോജനമൊന്നും, അല്ലെങ്കിൽ ഓൺലൈൻ ആപ്പ് വന്നതിന് ശേഷം ഉണ്ടായ മാറ്റങ്ങളാണ്. ദെൻ ഗെയിമിഫിക്കേഷൻ. ഇത് നിസ്സാര കാര്യമല്ല കേട്ടോ. ഈ ഗെയിമിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഗെയിം പോലെ. ഇപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ആൾക്കാർ, നമുക്കെല്ലാം ഗെയിം അഡിക്റ്റ് ആണല്ലോ. അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റ് കൂട്ടാനായിട്ട്, അതായത് നമുക്ക് നല്ല താല്പര്യം ഉണ്ടാക്കാനായിട്ട് ചെറിയ രീതിയിൽ പോയിൻറ്റ്സോ ബാഡ്ജോ റിവാർഡോ ഒക്കെ കൊടുത്തിട്ട് ഇങ്ങനെ ഒരു ഗെയിം പോലെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റിനോട് കൂടുതൽ താല്പര്യം ഉണ്ടാവും. അഡിക്റ്റായി പൈസ കൊണ്ട് കളയണം എന്നല്ല ഞാൻ പറയുന്നത്, ഈ രീതിയിലൊക്കെ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊമോട്ട് ചെയ്തെടുക്കും വരും.
അതായത് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ട്, പക്ഷേ എങ്ങനെ ചെയ്യണമെന്ന് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഓൺലൈൻ ആപ്പുകൾ സഹായിക്കുമെന്ന് അർത്ഥം. ക്ലിയർ ആവുന്നുണ്ടോ? ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഇപ്പം ഡൈവേഴ്സിഫയർ ബാഡ്ജ് കൊടുക്കുമെന്ന് വിചാരിക്കാം. ഒരു ആപ്പിൽ നിന്ന് നിങ്ങൾക്ക് ഡൈവേഴ്സിഫയർ ബാഡ്ജ് കിട്ടുമെന്ന് പറയാൻ അർത്ഥം നിങ്ങൾ 5 ഡിഫറൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ ഒരു ഡൈവേഴ്സിഫയർ ആയിട്ട് പ്രഖ്യാപിക്കും. പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. അത് കിട്ടാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യും? ഒരു 5 ഡിഫറൻസ്. അപ്പോൾ ഡൈവേഴ്സിഫിക്കേഷൻ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളങ്ങ് പഠിക്കും. ക്ലിയർ ആവുന്നുണ്ടോ? ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഇപ്പോൾ ഓരോ കമ്പനികളും അവർ തന്നെ ഡൈവേഴ്സിഫൈഡ് സ്റ്റോക്ക് ഇറക്കും. ഇപ്പോൾ റിലയൻസ് എന്ന് പറയുന്ന കമ്പനിക്ക് ഒരു ടൈപ്പ് സ്റ്റോക്ക് മാത്രമല്ല, അവർക്ക് തന്നെ ഡിഫറൻറ്റ് സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഡൈവേഴ്സിഫിക്കേഷൻ പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഈ ഓൺലൈൻ ആപ്പുകൾ തന്നെ ഡൈവേഴ്സിഫയർ ബാഡ്ജ് ഒക്കെ കൊടുക്കും. അപ്പോൾ നമ്മുടെ ആപ്പിൽ വെറുതെ യു ആർ എ ഡൈവേഴ്സിഫയർ എന്നെങ്ങനെ വന്ന് കിടക്കുമായിരിക്കും. അപ്പോൾ ഒരു 5 ഡിഫറൻറ്റ് ടൈപ്പ് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്താൽ ബാഡ്ജ് കിട്ടുമെങ്കിൽ നമ്മളത് നോക്കും. ഓക്കെ, ഇപ്പോൾ സ്നാപ്ചാറ്റ് എന്നൊരു ആപ്പിലിടോ, അതിനകത്ത് ഒരുപാട് സ്നാപ്പ് അയച്ചാൽ നമുക്ക് സ്ട്രീക്ക് കിട്ടാമെന്നൊക്കെ പറയുന്നത്. അപ്പോൾ സ്ട്രീക്ക് കിട്ടാൻ വേണ്ടി വെറുതെ സ്നാപ്പ് അയക്കത്തില്ലേ എന്ന് പറയുന്ന കണക്ക് തന്നെ ഒരു രസം. അപ്പോൾ അതനുസരിച്ച് ഓട്ടോമാറ്റിക്കലി നമ്മൾ ഡൈവേഴ്സിഫിക്കേഷനിലോട്ട് മാറിക്കോളും. അതാണ് ഗെയിമിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ്. മോഡേൺ ഇൻവെസ്റ്റ്മെൻറ്റ് പോർട്ടൽസ്. നമ്മൾ ഈ സംസാരിക്കുന്നത് 21-ാം നൂറ്റാണ്ടിലാണ്. അതായത് കോവിഡിനൊക്കെ ശേഷം കംപ്ലീറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓൺലൈനായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് യൂണിഫൈഡ് ഡാഷ്ബോർഡ്. നമ്മുടെ മുഴുവൻ കാര്യങ്ങളും, നമ്മുടെ പോർട്ട്ഫോളിയോ, നമ്മുടെ സ്റ്റോക്ക് എല്ലാം, നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട എൻറ്റയർ കാര്യങ്ങളും ആ സിംഗിൾ സ്ക്രീനിൽ കാണാൻ പറ്റും. ഇത് ഓരോന്നിനും പ്രത്യേകം നമ്മൾ അക്കൗണ്ട് എടുക്കേണ്ട, പ്രത്യേകം ലോഗിന്നും ചെയ്യേണ്ട. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന മുഴുവൻ കാര്യങ്ങൾ, നമ്മളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമുക്ക് ആ ഫ്രണ്ട് സ്ക്രീനിൽ തന്നെ കാണാൻ പറ്റുമെന്നർത്ഥം. അതിൽ ക്ലിക്ക് ചെയ്ത് എടുത്താൽ മതി. ഒറ്റത്തവണ ലോഗിൻ ചെയ്താൽ മതി. എന്നിട്ട് ഓരോ കാര്യങ്ങളും നമ്മൾ ചുമ്മാ ക്ലിക്ക് ചെയ്തെടുത്താൽ മതി. അത് നല്ലൊരു ഫീച്ചറാണ്, യൂണിഫൈഡ് ഡാഷ്ബോർഡ്. മിക്കവാറും എല്ലാ ആപ്പും അങ്ങനെ തന്നെയാണ്. ഓക്കെ, ദെൻ റിസർച്ച് ആൻഡ് അനലിറ്റിക്കൽ ടൂള്. അതായത് ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഒരു കമ്പനിയുടെ റിപ്പോർട്ടോ അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ച ചാർട്ടോ എക്സ്പെർട്ട് റെക്കമെൻഡേഷനോ ഇതെല്ലാം വന്ന് കിടക്കും. ഇപ്പോൾ ഒരു കമ്പനിയുടെ 5 കൊല്ലത്തെ പെർഫോമൻസ് എടുക്കാൻ നമ്മൾ എങ്ങും പോകണ്ട. അതൊക്കെ അവിടെ തന്നെ വന്ന് നമുക്ക് സിംപ്ലി എടുക്കാൻ പറ്റും. നമ്മൾ ഈ 5 കൊല്ലത്തത് ഗസ് ചെയ്യുന്നും വേണ്ട. ഈ പറഞ്ഞ റിസർച്ച്, അതായത് AI ടെക്നോളജി ഉപയോഗിച്ച് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന കമ്പനിയുടെ കംപ്ലീറ്റ് റിപ്പോർട്ടും നമുക്ക് ഈ ആപ്പ് വഴി കിട്ടും. അതാണ് ഉദ്ദേശിക്കുന്നത്. ഡയറക്റ്റ് ആയിട്ട് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാം, നമുക്ക് യാതൊരു കമ്മീഷനും കൊടുക്കാതെ. ഇപ്പോൾ അങ്ങനെ കുഴപ്പമുണ്ട്. ഈ ആപ്പ് വന്നതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഈ ആപ്പിൻ്റെ കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇടയ്ക്ക് ഒരാളെ കമ്മീഷൻ കൊടുത്ത് നിർത്തിയൊന്നും വേണ്ട. നമ്മൾ തന്നെ കറക്റ്റായിട്ട് മ്യൂച്വൽ ഫണ്ടിൽ ഓരോന്നായിട്ട് റെഗുലർ പ്ലാൻ നോക്കിയിട്ട് നമുക്ക് തന്നെ കൃത്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഡയറക്റ്റ് മ്യൂച്വൽ ഫണ്ട് ഇവിടെ പോസിബിൾ ആകും. ഓക്കെ, ദെൻ ഓട്ടോമാറ്റഡ് ഇൻവെസ്റ്റിംഗ്. ഈ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ എന്നൊരു സംഭവമുണ്ട്, SIP. സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ എന്ന് പറഞ്ഞാൽ എല്ലാ മാസവും ഒരു പർട്ടിക്കുലർ എമൗണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. 5000 ഇതിന്. അത് ഓട്ടോമാറ്റിക്കലി സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു മാസം ആ ഡേറ്റ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി അങ്ങ് ഇൻവെസ്റ്റ് ആയിക്കോളും. അങ്ങനെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഓർത്തില്ലെങ്കിലും ആ പൈസ അങ്ങ് പോയിക്കോളും. ദെൻ സെക്യൂർഡ് ആണ്. നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിന് ബന്ധപ്പെട്ട ആപ്പ് എന്നൊക്കെ പറയുന്നത് അങ്ങനെ ആർക്കും ലോഗിൻ ചെയ്യാൻ പറ്റത്തില്ല. കൃത്യമായിട്ട് 2 ഫാക്ടർ ഒതൻറ്റിക്കേഷൻ കാണും, അതിൻ്റേതായ പിൻ കോഡ് കാണും, ചിലപ്പോൾ OTP വരും, ഇതെല്ലാം കാണും. അപ്പോൾ പേടിക്കൊന്നും വേണ്ട, നമ്മുടെ ആപ്പ് വേറൊരാളങ്ങനെ തുറന്ന് നോക്കാനൊന്നും പറ്റത്തില്ല. വെൽ പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇത്തരത്തിലുള്ള ഓൺലൈൻ ആപ്ലിക്കേഷൻ വരുന്നത് കൊണ്ട് ഇൻവെസ്റ്റർ റിലേഷൻ എത്രത്തോളം സുഗമമാവുന്നുണ്ട്. ഇൻവെസ്റ്റർ റിലേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു കമ്പനിക്ക് എത്ര നന്നായിട്ട് ഇൻവെസ്റ്ററുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ്. ഈ പറയുന്ന ഓൺലൈൻ ആപ്പുകളൊക്കെ വരുന്നത് കൊണ്ട് ഒരു കമ്പനിക്ക് എത്ര ഈസി ആയിട്ട്, എത്ര നല്ല പോലെ ഈ പറയുന്ന ഇൻവെസ്റ്റേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതായത് ഓൺലൈൻ ആപ്പുകൾ വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണമെന്ന് പറയുന്നത് ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ. ഒരു കമ്പനിക്ക് അവരുടെ ഷെയർ ഹോൾഡറോട് എന്താണോ പറയാനുള്ളത് അത് ആ ആപ്പിലോട്ട് ഇൻസ്റ്റൻ്റ് ആയിട്ട് പറയാൻ പറ്റും. ഒരു ഇൻ്റർമീഡിയറ്റും വേണ്ടടോ. ഇപ്പോൾ റിലയൻസ് പോലത്തെ ഒരു വലിയ കമ്പനിക്ക് അവരുടെ ക്വാർട്ടർലി റിസൾട്ട് പബ്ലിഷ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് മെയിൽ ചെയ്യാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. ഇവരെന്ത് ചെയ്താൽ മതി, ആ ആപ്പിലോട്ട് അങ്ങ് ഇട്ടാൽ മതി. നിങ്ങൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടാണല്ലോ റിലയൻസിൻ്റെ ഈ പറഞ്ഞ ഷെയർ വാങ്ങുന്നത്. അപ്പോൾ നിങ്ങൾ ഏത് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടാണോ ഈ പറയുന്ന പ്രവൃത്തി ചെയ്യുന്നത് ആ ആപ്പിലോട്ട് ഈ റിപ്പോർട്ട് അങ്ങ് ഇട്ടാൽ മതി. അപ്പോൾ മില്യൺസ് ഓഫ് പീപ്പിളിൽ അതങ്ങ് റീച്ച് ആയിക്കോളും. അപ്പോൾ ഓൺലൈനായിട്ട് വന്നതിന് ശേഷം നമുക്ക് നമ്മുടെ ആപ്പ് തുറക്കുമ്പോൾ തന്നെ റിപ്പോർട്ട്സ് എന്നൊരു ഓപ്ഷൻ കാണും. ആ റിപ്പോർട്ട്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ റിലയൻസിൻ്റെ റിപ്പോർട്ട്സ് അവിടെ വന്നു നടന്നാൽ പോരെ. അപ്പോൾ റിലയൻസ് എന്ന് പറയുന്ന കമ്പനിക്ക് അറ്റ് എ ടൈം എത്ര ലക്ഷം ആൾക്കാർക്ക് വേണമെങ്കിലും ഈ റിപ്പോർട്ട് അയച്ചു കൊടുക്കാൻ പറ്റും. ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ പറ്റുന്ന ആൾക്കാണ്. ഓക്കെ, ഇൻക്രീസ്ഡ് ട്രാൻസ്പെറൻസി. അതായത് ആനുവൽ റിപ്പോർട്ട്, ഷെയർ ഹോൾഡർ മീറ്റിംഗ് ഡീറ്റെയിൽസ്, പ്രസൻറ്റേഷൻസ്, ഇതെല്ലാം തന്നെ ആ പോർട്ടലിൽ സാധിക്കും. ഒരു സ്മോൾ ഇൻവെസ്റ്റർ ആണെങ്കിൽ പോലും ഈ കാര്യങ്ങളെല്ലാം അവരുടെ ആപ്പ് വഴി ഈസിലി ആക്സസ് ചെയ്യാൻ പറ്റും.
ഈസി ആയിട്ട് നമുക്ക് ഈ പറയുന്ന ആപ്പ് കൂടി ആക്സസ്. അപ്പോൾ ഇൻക്രീസ്ഡ് ട്രാൻസ്പെറൻസി. മറ്റൊന്നെന്ന് പറയുന്നത് സ്മോൾ ഇൻവെസ്റ്റേഴ്സിന് എംപവറിംഗ് ആണ്. അതായത് ഈ സ്മോൾ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് അവർക്ക് ഈ ഇൻഫർമേഷൻ കിട്ടും എന്നുള്ളത് കൊണ്ട് തന്നെ അവർ കുറച്ചുകൂടി നന്നായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യും. കാര്യം പണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഒരു കമ്പനിക്ക് ആരെങ്കിലും എന്തെങ്കിലും അറിയിക്കണമെങ്കിൽ എടുത്ത് പോസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ സ്മോൾ ഇൻവെസ്റ്റേഴ്സിന് ഇതൊന്നും അറിയിക്കത്തില്ല. എന്നാൽ ഇപ്പോൾ അങ്ങനല്ല. എല്ലാവരിലും ഈ ആപ്പ് അങ്ങ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് കൊടുത്താൽ മതിയല്ലോ. ആപ്പിലോട്ട് ഈ ഒരു ഓപ്ഷൻ കിട്ടുന്നത്. അപ്പം ഇപ്പോൾ റിപ്പോർട്ട് എന്നൊരു ഓപ്ഷൻ ഇട്ട് കൊടുത്താൽ പോരേടോ. അപ്പോൾ എല്ലാവർക്കും ഇത് കിട്ടുന്നുണ്ട്. ഓക്കെ. ദെൻ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബ്രോഡർ ആൻഡ് ഡീപ്പർ എൻഗേജ്മെൻറ്റ്. എല്ലാവരെയും എൻഗേജ് ചെയ്യിപ്പിച്ചുകൊണ്ട് വേണമെങ്കിൽ ലൈവ് ചാറ്റ് നടത്താം, വീഡിയോസ്. ഇപ്പോൾ ഒരു കമ്പനിയുടെ സിഇഒക്ക് നിങ്ങളോട് വല്ലതും പറയാനുണ്ടെങ്കിൽ ഒരു യൂട്യൂബിൻ്റെ ലൈവ് സെക്ഷനും കിട്ടാൽ പോരെ. എന്നിട്ട് അത് ഈ ആപ്പുമായിട്ട് കണക്ട് ചെയ്താൽ മതി. അപ്പോൾ ഈ പറയുന്ന ഓൺലൈൻ, അതായത് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വന്നപ്പോഴത്തേക്ക് ഒരാൾക്ക് ഇരുന്ന് വേണമെങ്കിൽ 1 കോടി ആളുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. യൂട്യൂബിൽ ലൈവ് പോയാൽ പോരെ, അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ലൈവ് പോയാൽ പോരെ, അല്ലെങ്കിൽ ഈ പറയുന്ന ആപ്ലിക്കേഷനുകളിൽ അങ്ങനത്തെ ഓപ്ഷൻ ഉണ്ടാക്കിയാൽ പോരെ. അറ്റ് എ ടൈം സിഇഒയ്ക്ക് എത്ര പേരോട് വേണമെങ്കിലും സംസാരിക്കാൻ പറ്റും, ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും, ലൈവ് ചാറ്റ് പറ്റും. ഓക്കെ. ദെൻ ഫീഡ്ബാക്ക്. നമ്മൾ ഈ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിരിക്കുന്ന ആപ്പോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയോ യൂട്യൂബോ എന്ത് വഴി വേണമെങ്കിലും നമുക്ക് അങ്ങോട്ട് ഫീഡ്ബാക്ക് കൊടുക്കാം. നിങ്ങൾക്ക് തന്നെ അറിയാലോ, ഇപ്പോൾ ഒരു കാര്യത്തിനെ പറ്റി അഭിപ്രായം പറയാൻ വളരെ എളുപ്പമാണ്. ആരെങ്കിലും വല്ല പോസ്റ്റ് ഇട്ട് അതിൽ കയറി കമൻറ്റ് ചെയ്താൽ മതി എന്ന് പറയുന്ന കണക്ക് നമുക്ക് എന്തെങ്കിലും അങ്ങോട്ട് പറയാനുണ്ടെങ്കിലും ഈ പറയുന്ന ഫീഡ്ബാക്ക് എന്തായാലും അവർ തരും. പണ്ടിപ്പം നമ്മൾ തിരിച്ച് കത്തയക്കുന്ന പോലെ റിലയൻസിലോട്ട് കത്തയക്കാന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണ്. അവർ നമ്മുടെ കത്ത് വായിക്കുമോ? ഒരിക്കലുമില്ല. ഇപ്പോൾ ഇതെല്ലാം ഓട്ടോമേറ്റഡ് ആയതുകൊണ്ട് ആൾക്കാരിരുന്ന് വായിക്കത്തില്ലെങ്കിൽ പോലും ഈ ഫീഡ്ബാക്ക് എല്ലാം AI ടെക്നോളജി വെച്ച് ഇവർ പഠിക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഇങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ഈ പറയുന്ന ഇൻവെസ്റ്റ്മെൻറ്റിലെ ഓൺലൈൻ ആപ്ലിക്കേഷൻ വഴി സാധ്യമാകും. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു രണ്ടാമത്തെ മൊഡ്യൂളാണെന്ന് പറയാം. ഓക്കെ. അപ്പം നമ്മുടെ രണ്ടാമത്തെ മൊഡ്യൂളിൽ ഇത്രയും കാര്യങ്ങൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് പഠിച്ചേക്കുക.